ഹലോ എവരി വൺ, വെൽക്കം ടു മെൻഡസ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കേരള ലോ എൻട്രൻസ് എക്സാം 2024 3-ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ചലഞ്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയും അതിനോടൊപ്പം തന്നെ എക്സാമിന്റെ ഇത് എത്രത്തോളം ഈസി ആണ് ഡിഫിക്കൽട്ട് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ കൂടെ കട്ട് ഓഫ് റേഞ്ച്, അതായത് ഈ 400 റാങ്കിനുള്ളിൽ വരാൻ എത്ര മാർക്ക് വേണം എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. നല്ല ഗ്രൂപ്പുകളിൽ 220, 210 ഒക്കെയാണ് റേഞ്ച് എന്ന് പറഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട്. ഇതൊക്കെ പ്രോബബിലിറ്റീസ് ആണ്. ശരിക്കും റിസൾട്ട് വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ശരിക്കും എത്ര റാങ്കിനുള്ളിൽ എത്ര മാർക്ക് വേണ്ടി വരും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അത് സമാധാനിക്കുക. നമുക്ക് നേരെ അനാലിസിസ് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 2024 3-ഇയർ പ്രീ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ ഇതില് കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 84 മുതലാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഏരിയയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, പ്രസിഡന്റ്, CAG പോലെയുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ട് ഇത്തവണ എക്സാമിന് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരുന്നു. എഴുതിയിട്ടുള്ളതിൽ 90% ആളുകളും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് ഫ്രെയിംഡ് ബൈ, ആരാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് ആണുള്ളത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സ്, ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ, പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ് 4 ഓപ്ഷൻസ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ശരിക്കും ഒരു ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ ഗ്രൂപ്പിനെ, ആ ഒരു അസംബ്ലി നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്നുള്ളത്. അപ്പൊ ഇവിടെയുള്ള കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോഷ്യലിസം ആൻഡ് സെക്യുലറിസം എന്ന് പറയുന്ന വേർഡ്സ് ഏത് അമെൻമെന്റ് വഴിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് 85th ക്വസ്റ്റ്യൻ. ഇതും ഓൾമോസ്റ്റ് എല്ലാവരും കറക്റ്റ് ആൻസർ എഴുതിയിട്ടുള്ള ചോദ്യമായിരിക്കും. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. കൺഫ്യൂസിംഗ് ആക്കുന്ന രീതിയിൽ പോലുമുള്ള ഓപ്ഷൻസ് അല്ല. 42nd അമെൻമെന്റ്, 14th അമെൻമെന്റ്, 18th അമെൻമെന്റ് ആൻഡ് 36th അമെൻമെന്റ്. അപ്പൊ കറക്റ്റ് ആൻസർ 42nd അമെൻമെന്റ് ആണ്. 42nd അമെൻമെന്റിലാണ് സോഷ്യലിസം അതുപോലെ തന്നെ സെക്യുലറിസം എന്നുള്ള വാക്കുകൾ നമ്മുടെ പ്രിയാമ്പിളിൽ ആഡ് ആവുന്നത്. അത് മാത്രമല്ല 42nd അമെൻമെന്റിനെയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും വിളിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 86th ക്വസ്റ്റ്യൻ. 86th question, the President of India can resign from his office at any time by addressing the resignation letter. അതായത് ഇന്ത്യൻ പ്രസിഡന്റ് ആർക്കാണ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വൈസ് പ്രസിഡന്റ്, സ്പീക്കർ ഓഫ് ലോക്സഭ, പ്രൈം മിനിസ്റ്റർ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് ഓപ്ഷൻസ്. പ്രസിഡന്റ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്നത് വൈസ് പ്രസിഡന്റിനാണ്. അതുകൊണ്ട് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷെഡ്യൂൾസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഷെഡ്യൂൾസും അതിലെ ഓരോ കാര്യങ്ങളും എന്താണ് പറയുന്നത് എന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 8th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തിനെ കുറിച്ച് പറയുന്നു എന്നുള്ളതാണ്. സാലറി ഓഫ് പ്രൈം മിനിസ്റ്റർ, ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്, സാലറി ഓഫ് പ്രസിഡന്റ്, ലിസ്റ്റ് ഓഫ് ലാംഗ്വേജസ് റെക്കഗ്നൈസ്ഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത്രയാണ് ഓപ്ഷൻസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 8th ഷെഡ്യൂൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്കസ് ചെയ്യുന്നത് ലാംഗ്വേജസിനെ കുറിച്ചാണ്. അതിൽ തന്നെ 22 ലാംഗ്വേജുകളെയാണ് നമ്മൾ ഔദ്യോഗിക ഭാഷയായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ അതെല്ലാം പറയുന്നത് 8th ഷെഡ്യൂളിലാണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ ആക്ട് ഇൻ ഹിസ് ഡിസ്ക്രിഷൻ ആൻഡ് ഡിസോൾവ് ദ ലോക്സഭ ഇഫ്. എപ്പോഴാണ് ഇന്ത്യൻ പ്രസിഡന്റിന്, ഇന്ത്യൻ രാഷ്ട്രപതിക്ക് അദ്ദേഹത്തിന്റെ ഡിസ്ക്രിഷനിൽ ലോക്സഭയെ ഡിസോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളതാണ്. ഡിസൊല്യൂഷൻ ഓഫ് ലോക്സഭ എപ്പോഴാണ് സംഭവിക്കുന്നത്, എപ്പോഴാണ് പ്രസിഡന്റിന് ആ ഡിസ്ക്രിഷൻ വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് മാത്രമല്ല ഓപ്ഷൻസും അത്തരത്തിൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ഓപ്ഷനും അല്ല തന്നിരിക്കുന്നത്. ഓപ്ഷൻ എ പറയുന്നുണ്ട് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹാസ് ലോസ് ഇറ്റ്സ് മെജോറിറ്റി. ഓപ്ഷൻ ബി പറയുന്നുണ്ട് വൈസ് പ്രസിഡന്റ് റെക്കമെൻഡ്സ് എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് സ്പീക്കർ ഓഫ് ദി ഹൗസ് റെക്കമെൻഡ്സ് എന്നുള്ളതാണ്. അടുത്തത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ റെക്കമെൻഡ്സ് എന്നുള്ളതാണ്. അപ്പൊ ഇത് നമുക്കറിയാം, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് മെജോറിറ്റി നഷ്ടപ്പെടുമ്പോഴാണ് പ്രസിഡന്റ് എന്ത് ചെയ്യുന്നത്, ലോക്സഭ ഡിസോൾവ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ 84 to 85 വരെയുള്ള 88 വരെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ 4 ചോദ്യങ്ങളും ഓൾമോസ്റ്റ് 90% കൂടുതൽ ആളുകൾ കറക്റ്റ് ആക്കിയിട്ടുള്ള ഉത്തരങ്ങളുള്ള ചോദ്യങ്ങളായിരിക്കും. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ,
ഇതായിരിക്കും ചിലപ്പോൾ ഒന്നുകൂടെ കൺഫ്യൂസിംഗ് ആയി വന്നിട്ടുണ്ടായിരിക്കുക. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതാരാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഹു സ്റ്റേറ്റഡ് ഇഫ് എനി ഫംഗ്ഷണറി അണ്ടർ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ടു ബി കമ്പയർഡ് വിത്ത് ദ US പ്രസിഡന്റ് ഹി ഈസ് ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് നോട്ട് ദ പ്രസിഡന്റ് ഓഫ് ദി യൂണിയൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ് എന്നുള്ളതാണ്. പാർലമെന്ററി സിസ്റ്റത്തിനെ കുറിച്ചും അതുപോലെ തന്നെ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിനെ കുറിച്ചും ഉള്ള ഒരു ഡിഫറൻഷിയേഷൻ ആണ് ഈ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇതാരാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. മുഹമ്മദ് സാദുള്ള, KM മുൻഷി, BL മിറ്റർ ആൻഡ് ഡോക്ടർ BR അംബേദ്കർ എന്നുള്ളതാണ് ഓപ്ഷൻ. ഡോക്ടർ BR അംബേദ്കർ ആണ് കറക്റ്റ് ആൻസർ. എന്തുകൊണ്ട് ഇന്ത്യ ഒരു പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്തു എന്നതിനുള്ള ഉത്തരം കൂടിയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. നെക്സ്റ്റ് 90th ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് ട്രൂ അല്ലാത്തത്, അതായത് ഏതാണ് ഫാൾസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓപ്ഷൻ ഇതാണ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ദ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. അത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. റിപ്പബ്ലിക്കൻ രാജ്യത്തിന്റെ ഹെഡ് ആണ് പ്രസിഡന്റ് എന്നുള്ളത്. അപ്പൊ അത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ബിയിൽ പറയുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ദ നോമിനൽ ഹെഡ് ഓഫ് ദി എക്സിക്യൂട്ടീവ്. അതും നമുക്കറിയാവുന്നതാണ്. എക്സിക്യൂട്ടീവിന്റെ നോമിനൽ ഹെഡ് ആയിട്ടാണ് പ്രസിഡന്റിനെ കണക്കാക്കുന്നത്. അപ്പൊ അതും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ദ ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഒരു രാജ്യത്തിന്റെ പ്രഥമ പൗരൻ എന്ന് പറയുന്നത്. അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ നോക്കാം. The president secretariat is headed by the cabinet secretary എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രൊവിഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ല. സോ അതാണ് എന്ത് ട്രൂ അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് CAG-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. CAG എന്ന് പറയുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ചോദ്യം ഇതാണ്. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ട്രൂ അല്ലാത്തത്, അതായത് ഏതാണ് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. CAG ഈസ് പ്രൊവൈഡഡ് വിത്ത് സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ. CAG is not eligible for further office. Salary of CAG is determined by the Prime Minister of India. The administrative expenses of the CAG shall be charged upon the Consolidated Fund of India എന്നുള്ളതാണ് ഈ ഒരു ഓപ്ഷൻസിൽ 4 ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത്. അതിൽ CAG-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ സാലറി ഡിറ്റർമൈൻ ചെയ്യുന്നത് ഒരിക്കലും പ്രൈം മിനിസ്റ്റർ അല്ല. സോ അതാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഏരിയയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 95th ക്വസ്റ്റ്യൻ ആണ്. 95th ക്വസ്റ്റ്യൻ എമർജൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ തന്നെ നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി, ഫൈനാൻഷ്യൽ എമർജൻസി, ഇതൊക്കെ എന്താണ്, ഏതൊക്കെ കണ്ടീഷൻസിലാണ് എമർജൻസി എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ആർട്ടിക്കിൾ 360 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് എമർജൻസിയെ കുറിച്ച് പറയുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ആർട്ടിക്കിൾ 352 പറയുന്നത് നാഷണൽ എമർജൻസിയെ കുറിച്ചാണ്. ആർട്ടിക്കിൾ 356 പറയുന്നത് സ്റ്റേറ്റ് എമർജൻസിയെ കുറിച്ചാണ്. ആർട്ടിക്കിൾ 360 ആണ് ഫൈനാൻഷ്യൽ എമർജൻസിയെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷനിൽ ആർട്ടിക്കിൾ 360 എന്തുമായി ഏതു കാര്യത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പൊ കറക്റ്റ് ആൻസർ ഫൈനാൻഷ്യൽ എമർജൻസി ആണ്. അത് ഓപ്ഷൻ സി ആണ്. സോ ഓപ്ഷൻ സി ആണ് 95th ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ദി ഇന്ത്യൻ ലോക്സഭ ഈസ്. ആരാണ് ലോക്സഭയുടെ പ്രിസൈഡിംഗ് ഓഫീസർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പ്രൈം മിനിസ്റ്റർ, വൈസ് പ്രസിഡന്റ്, ഹോം മിനിസ്റ്റർ, സ്പീക്കർ. അത് നമുക്കറിയാവുന്നതാണ്. സ്പീക്കർ ആണ് ലോക്സഭയുടെ പ്രിസൈഡിംഗ് ഓഫീസർ. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് ഏറെ പോയി കഴിഞ്ഞാൽ ആ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റ് അംബേദ്കർ ആണോ പറഞ്ഞിരിക്കുന്നത് എന്ന രീതിയിലുള്ള സംശയങ്ങളല്ലാണ്ട് ബാക്കിയെല്ലാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് ആർട്ടിക്കിൾ 124 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തിനെ കുറിച്ചാണ് പറയുന്നത്, എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നാണ് 97th ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പൊ ഇതില് 4 ഓപ്ഷൻസ് ആണുള്ളത്. ആർട്ടിക്കിൾ 124 ആണ്. ഡിസ്ട്രിക്ട് കോർട്സ് ഇൻ ദ സ്റ്റേറ്റ്സ്, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, UPSC, PSC. ആർട്ടിക്കിൾ 124 ഡിസ്കസ് ചെയ്യുന്നത് സുപ്രീം കോർട്ടിനെ കുറിച്ചാണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ചീഫ് ജസ്റ്റിസ് ഓഫ് ദ ഹൈക്കോർട്ട് ഓഫ് കേരള. കേരളത്തിന്റെ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു, കേരള ഹൈക്കോർട്ടിന്റെ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. KG ബാലകൃഷ്ണൻ, KT കോശി, അന്ന ചാണ്ടി ആൻഡ് ഫാത്തിമ ബീവി. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ജസ്റ്റിസ് KT കോശിയാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ.
അടുത്തതായിട്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് വന്നിട്ടുള്ളത് 100th ക്വസ്റ്റ്യൻ ആണ്. അതായത് വിജിലൻസുമായി ബന്ധപ്പെട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് 100th ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ ഇതില് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. വിജിലൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല, അത് സ്റ്റാറ്റ്യൂട്ട് പ്രകാരം വന്നിട്ടുള്ള ബോഡിയാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന ബോഡീസിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു സ്റ്റാറ്റ്യൂട്ടാണ്, ഒരു ആക്ട് പ്രകാരമാണ് ആ ബോഡി ഉണ്ടാവുന്നതെങ്കിൽ അതിന് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നാണ് പറയുന്നത്. ഇപ്പൊ CVC അല്ലെങ്കിൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല എന്നുള്ളതാണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് കൂടെ നോക്കാം. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി, അത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് എന്താണ്? വിച്ച് പ്രിവെന്റ്സ് കറപ്ഷൻ ഇൻ ദ സെൻട്രൽ ഗവൺമെന്റ് ഓഫീസസ്. കറപ്ഷൻ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വിജിലൻസിന്റെ ഡ്യൂട്ടി. അപ്പൊ അതും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1964 പറയുന്നു, അതും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ അല്ലാത്തത്. ഓപ്ഷൻ A ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 101st ക്വസ്റ്റ്യൻ. ലോക് അദാലത്തുമായി ബന്ധപ്പെട്ട് ട്രൂ അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണ്? അപ്പൊ അദാലത്തുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ 4 സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? ദർ ഇസ് നോ ഫീ പേയബിൾ വെൻ എ മാറ്റർ ഈസ് ഫയൽഡ് ഇൻ ലോക് അദാലത്ത്. അതായത് ലോക് അദാലത്തിൽ ഒരു ഫീ പേ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അതൊരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അദാലത്തിന്റെ ഒക്കെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് അത്രത്തോളം എക്സ്പെൻസ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അടുത്ത ഓപ്ഷൻ എന്താണ്? Persons deciding the case in ലോക് അദാലത്ത് have no judicial role. അതായത് ഈ ഒരു ലോക് അദാലത്തില് ഡിസിഷൻ പറയുന്ന ആളുകൾക്ക് എന്തില്ല? ഒരു ജുഡീഷ്യൽ റോൾ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അതും കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് ഓപ്ഷൻ ആണ് എനി സിവിൽ കേസ് പെൻഡിങ് ബിഫോർ എനി കോർട്ട് ക്യാൻ ബി റെഫേർഡ് ടു ലോക് അദാലത്ത്. എത്തരത്തിലുള്ള കേസുകളും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു സിവിൽ കേസ് ആണെന്നുണ്ടെങ്കിൽ അത് പെൻഡിങ് ആണ് എന്നുണ്ടെങ്കിൽ അത് ലോക് അദാലത്തിലോട്ട് റെഫർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ എനി കേസ് എന്നായിരുന്നെങ്കിൽ അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആയേനെ. പക്ഷെ എനി സിവിൽ കേസ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? മെമ്പേഴ്സ് ഓഫ് ലോക് അദാലത്ത് ക്യാൻ പ്രഷറൈസ് എനി ഓഫ് ദി പാർട്ടീസ് ഫോർ കോംപ്രമൈസ്. അങ്ങനെയുള്ള ഒരു പ്രൊവിഷൻ ഇല്ല. ലോക് അദാലത്ത് എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ബോഡി ആയിരിക്കും. രണ്ട് പാർട്ടിയും ഒരിക്കലും പ്രഷറൈസ് ചെയ്യില്ല. സോ അതാണ് ഇതിലെ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കിടക്കുന്നത്. സോ ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 106 106 ഗവർണറുമായി ബന്ധപ്പെട്ട് 2 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഈസ് അപ്പോയിന്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ബൈ വാറന്റ് അണ്ടർ ഹിസ് ഹാൻഡ് ആൻഡ് സീൽ എന്നാണ് പറയുന്നത്. അപ്പോയിന്റ് ചെയ്യുന്ന പ്രൈം മിനിസ്റ്റർ ആണ്. എങ്ങനെയാണ്? ബൈ വാറന്റ് അണ്ടർ ഹിസ് ഹാൻഡ് ആൻഡ് സീൽ എന്നാണ് പറയുന്നത്. സെക്കൻഡ് പറയുന്നത് ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ മസ്റ്റ് ഹാവ് കംപ്ലീറ്റഡ് 60 years. 60 വയസ്സ് കഴിഞ്ഞ ഒരാളെ മാത്രമേ നമ്മൾ ഗവർണറാക്കി മാറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇത് രണ്ടും നിങ്ങൾക്ക് വായിച്ചപ്പോഴേ അറിയാം അതൊരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഓപ്ഷൻ D ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ബോത്ത് 1 and 2 ആർ ഫോൾസ് എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 107th ക്വസ്റ്റ്യനും. ഇവിടെയും 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് ഏതാണ് ട്രൂ ഏതാണ് ഫാൾസ് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. Article 338 of Indian Constitution of India deals with National Commission for Scheduled Caste എന്നാണ് പറയുന്നത്. അതെ, ആർട്ടിക്കിൾ 338 നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് കിഷോർ മക്വാന is the current chairman of the National Commission for Scheduled Caste. നിലവിലെ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ ചെയർമാൻ ആയിട്ടുള്ളത് കിഷോർ മക്വാനയാണ് എന്നാണ് പറയുന്നത്. അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇവിടെ എന്താണ്? ബോത്ത് 1 and 2 എന്താണ്? ട്രൂ ആണ്. സോ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് 108th ക്വസ്റ്റ്യൻ ആണ്. ഇതും ആ ഒരു സിമിലർ ട്രെൻഡിലുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. സെൻസർ മോഷൻ എന്ന് പറയുന്നത്, സെൻസർ മോഷനും നോൺ കോൺഫിഡൻസ് മോഷനും നമുക്ക് അറിയാവുന്നതാണ്. സോ സെൻസർ മോഷൻ ഇൻ ദ ലോക്സഭ ക്യാൻ ബി മൂവ്ഡ് അഗെയിൻസ്റ്റ് ആൻ ഇൻഡിവിജ്വൽ മിനിസ്റ്റർ. സെൻസർ മോഷൻ എന്ന് പറയുന്നത് ഒപ്പോസിറ്റ് പാർട്ടി ഒരു ഇൻഡിവിജ്വൽ മിനിസ്റ്റർക്കെതിരായിട്ട് മൂവ് ചെയ്യുന്ന ഒരു മോഷനാണ്. സോ അത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ഇഫ് എ സെൻസർ മോഷൻ ഈസ് പാസ്ഡ് ഇൻ ദ ലോക്സഭ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹാസ് ടു റിസൈൻ ഫ്രം ദി ഓഫീസ് എന്നാണ് പറയുന്നത്. അതായത് സെൻസർ മോഷൻ വഴി അത് പാസ് ആവുകയാണെങ്കിൽ മൊത്തം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും റിസൈൻ ചെയ്യണം എന്നാണ് പറയുന്നത്. അത് സെൻസർ മോഷനിലല്ല, നോൺ കോൺഫിഡൻസ് മോഷനിലാണ് അത് വരുന്നത്. സോ എന്താണ്? ഓപ്ഷൻ
1 മാത്രമാണ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓൺലി 1 ഈസ് ട്രൂ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. സോ 108th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പൊ ഇത്രയുള്ള ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴും നമുക്ക് ഏറിപ്പോയാല് ഇവിടെ കൺഫ്യൂഷൻ വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ സെൻസർ മോഷനിലെല്ലാം നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് വന്നിട്ടുണ്ടായിരിക്കും, ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നുള്ളത്. ബാക്കിയെല്ലാം ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. നെക്സ്റ്റ് 109th ക്വസ്റ്റ്യൻ. 2 ടേമുകൾ തന്നിട്ടുണ്ട്. അതായത് ടേം ഓഫ് ദ പ്രൈം മിനിസ്റ്ററും ടേം ഓഫ് ദി ചീഫ് മിനിസ്റ്ററും ആണ് തന്നിരിക്കുന്നത്. ടേം ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഈസ് 5 years എന്നാണ് പറയുന്നത്. ആൻഡ് അടുത്ത് പറയുന്നത് ടേം ഓഫ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഈസ് 5 years എന്നാണ്. ചിലപ്പോൾ നമുക്ക് ഇത് രണ്ടും ട്രൂ ആയിട്ട് തോന്നുമായിരിക്കും. പക്ഷേ ടേം ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 5 years ആയിട്ട് അങ്ങനെ ഫിക്സ്ഡ് ടെന്യൂർ ഇല്ല, CM-നും ഇല്ല. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ബോത്ത് 1 and 2 ആർ ഫോൾസ് ആണ്. സോ 109ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് കുറച്ച് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നു, പിന്നെ കുറച്ച് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിച്ചു, പിന്നെ 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഏതാണ് ട്രൂ ഏതാണ് ഫാൾസ് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. സോ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏതാണ്ട് ഇത്തരത്തിലുള്ള 84 മുതൽ 120 വരെ അധികം ചോദ്യങ്ങളും കോൺസ്റ്റിറ്റ്യൂഷൻ ഏരിയയിൽ നിന്നാണ് ലീഗൽ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. ഈ ചോദ്യങ്ങളിൽ തന്നെ ചില ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഓൾമോസ്റ്റ് എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് ഇതിന് ട്രിക്കി ആയിരുന്നു, കുറച്ച് ഡൗട്ട് ഒക്കെ ഉള്ള ചോദ്യങ്ങളായിരുന്നു. എന്നിരുന്നാൽ പോലും ഒരു 70 to 80% ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പൊ ക്ലീ 2024 ലീഗൽ ഏരിയ എടുത്ത് നോക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ആണ് 2023-22 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. എന്നാൽ അതല്ലാണ്ട് വരുന്ന ലീഗൽ ഏരിയ ഇതിന് മുന്നേ ഉള്ള പ്രീസിഡന്റുകളെ എല്ലാം വയലേറ്റ് ചെയ്യുന്ന രീതിയിലാണ്. കാരണം സാധാരണ നമുക്ക് എല്ലാ കൊല്ലവും എന്തായാലും ക്രൈം ഉണ്ടാകും, ടോർട്ട് ഉണ്ടാകും, കോൺട്രാക്ട് ഉണ്ടാകും, ജൂറിസ്പ്രുഡൻസ് ഉണ്ടാകും. എന്നാൽ ഇത്തരത്തിലുള്ള പേപ്പറുകളെല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ ജനറൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ജനറൽ പ്രാക്ടീസിന്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ, ജനറൽ GK, ലീഗൽ GK ആ തരത്തിലൊക്കെ വരുന്ന രീതിയിലുള്ള കുറെ ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒരു ജനറൽ GK ആണ് ശരിക്കും ആദ്യമേ വരുന്ന ചോദ്യം. 18th ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതാണ് നമുക്ക് ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലാണ്ട് കാണുന്ന ക്വസ്റ്റ്യൻ. അതായത് ദ MGNREGA പ്രൊവൈഡ്സ് അറ്റ്ലീസ്റ്റ് 100 days ഓഫ് ഗ്യാരണ്ടീഡ് വേജ് എംപ്ലോയ്മെന്റ് ഇൻ. അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം അറിയണമെങ്കിൽ ബേസിക് ആയിട്ട് ഈ MGNREGA ഫുൾ ഫോം അറിഞ്ഞിരുന്നാൽ മതി. ഇത് ഒരു ലീഗൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മാത്രം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അറിവല്ല. ഇത് ശരിക്കും ഒരു GK ആണ്. നമുക്കൊരു ജനറൽ ഇൻട്രസ്റ്റ് ലോയിൽ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും നമ്മൾ അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ്. MGNREGA ഫുൾ ഫോം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് ആണ്. അതായത് 100 ദിവസത്തെ എന്താണ് വേജ് പദ്ധതി, അതായത് ജോലിയും അതിനുള്ള വേജും കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഇതെന്ന് പറയുന്നത്. ഇത് എവിടെയാണ്? റൂറൽ സ്ഥലങ്ങളിലാണ് ഉള്ളത്, അതായത് വില്ലേജ് ഓറിയന്റഡ് ആണ്. അപ്പം സിയും ഡിയും പോയി, അപ്പൊ എയും ബിയും ആണ്. ഇനി അത് ഈ 100 ദിവസം ഏത് കാലഘട്ടത്തിനിടയിലാണ് വരുന്നത്? അത് ശരിക്കും 100 ദിവസം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇയറിന്റെ അകത്ത് 100 ദിവസം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എവരി 6 months ടു എവരി വില്ലിംഗ് മെമ്പർ ഓഫ് റൂറൽ എന്നുള്ളതല്ല. അതായത് 100 ദിവസം ജോലി കൊടുക്കുന്നത് ഫിനാൻഷ്യൽ ഇയറിലാണ് കൊടുക്കുന്നത് ടു എവരി വില്ലിംഗ് മെമ്പർ ഓഫ് റൂറൽ ഹൗസ് ഹോൾഡ് എന്നതാണ് ആൻസർ. അപ്പൊ ഓപ്ഷൻ എ അതുകൊണ്ടാണ് ഉത്തരം വരുന്നത്. ഒരു സോഷ്യൽ ഇൻട്രസ്റ്റ്, നമ്മുടെ സോഷ്യൽ താല്പര്യത്തിന് ഇതിനകത്ത് കൃത്യമായിട്ട് അളക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് ചോദിച്ചിരുന്നത്. എല്ലാവർക്കും അറിയണമെന്ന് നിർബന്ധമില്ല, പലരും അത് അവോയ്ഡ് ചെയ്തിട്ടുണ്ടാകാം. 81 പക്ഷേ എന്നാൽ എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം എല്ലായിടത്തും എന്തായാലും ഫാമിലി ലോ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ മെയിൻ്റനൻസ് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പറയും മെയിൻ്റനൻസ് ഈസ് ഓൾസോ കോൾഡ് ആസ് ആലിമണി. ഫാമിലി ലോയിലോട്ട് വൈഫിന് കൊടുക്കുന്ന രീതിയിൽ, നമ്മൾ സ്പൗസിന് കൊടുക്കുന്ന രീതിയിൽ. വൈഫ് എന്ന് പറയുമ്പോഴേ നമ്മൾ പറയും വൈഫിന് മാത്രമല്ല ഹസ്ബൻഡിനും കിട്ടാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ആർക്കാണോ ജോലി സ്വന്തം കാര്യം നോക്കാൻ പറ്റുന്നത് അവർക്ക് കൊടുക്കും. അപ്പൊ ആ രീതിയിൽ പറയുമ്പോൾ നമ്മൾ മെയിൻ്റനൻസ് ഈസ് ഓൾസോ കോൾഡ് ആലിമണി എന്നുള്ള രീതിയിൽ പറയണം. മെയിൻ്റനൻസ് അപ്പൂപ്പനും അതായത് അച്ഛനും അമ്മയ്ക്കും ഒക്കെ കൊടുക്കേണ്ട വരും. പക്ഷെ ആലിമണി എന്നുള്ളതാണ് കുറച്ചും കൂടെ ഫാമിലിയിലോ ഹസ്ബൻഡ് വൈഫ് രീതിയിൽ വരുമ്പോൾ പറ്റുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം പേയ്മെന്റ് അവാർഡ് ടു സ്പൗസ് ഓർ ഫോർമർ സ്പൗസ് വിത്തിൻ എ സെപ്പറേഷൻ ഓർ ഡിവോഴ്സ്. അപ്പോൾ ജുഡീഷ്യൽ സെപ്പറേഷൻ ഇടയിലോ ഡിവോഴ്സിനോ നമ്മൾ പൈസ കൊടുക്കണം എന്ന് ആവശ്യപ്പെടുന്നത് ഏത് സ്പൗസിന് വേണമെങ്കിലും ആയിരിക്കാം. അതാണ് ഈ ആലിമണി എന്ന്. മെയിൻ്റനൻസിന്റെ മറ്റൊരു വാക്കാണ് ആലിമണി, നമുക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും. അപ്പം 81. അടുത്തായിട്ട് പറയുന്നത് നമുക്ക് ഈ ക്ലീ 2024 വളരെ മേജർ ആയിട്ടുള്ള പേപ്പറായിട്ട് വന്നിരിക്കുന്ന ഒരു പേപ്പറാണ് ഈ ADR, ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ADRനകത്ത് ഒരുപാട് ഹെഡിങ് ഉണ്ട്. ആർബിട്രേഷൻ, കൺസീലിയേഷൻ, മീഡിയേഷൻ. ഇതിലെ കൺസീലിയേഷൻ ഒക്കെ 5 year ചോദിച്ചു, ആർബിട്രേഷൻ ആണ് 3 year ചോദിച്ചിരിക്കുന്നത്. ഇതൊരു ADR മെക്കാനിസം ആണ് എന്നറിഞ്ഞാൽ മാത്രം ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടും.
ഇതൊരു ADR ഓൾട്ടർനേറ്റ് കോടതിയിൽ പോകാണ്ട് അല്ലെങ്കിൽ കോടതിയിലെ അഡ്ജുഡിക്കേഷൻ പ്രോസസ്സിലൂടെ അല്ലാണ്ട് നമുക്കൊരു ഡിസ്പ്യൂട്ട് തീർക്കാനുള്ള വഴിയാണ് ADR എന്ന്. അപ്പൊ ADRന്റെ ഒരു എക്സാമ്പിൾ ആണ് ആർബിട്രേഷൻ. അപ്പൊ ഈ 4 ഓപ്ഷനിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഏതാണ്? സെറ്റിംഗ് എ ഡിസ്പ്യൂട്ട് ബൈ യൂസിങ് റഫറി അപ്പോയിന്റഡ് ബൈ ദ കോർട്ട്. അതായത് കോടതി നേരിട്ടല്ല, അല്ലാണ്ട് ഒരു എന്താണ് നടുക്ക് ഒരു ആർബിട്രേറ്ററെ നിർത്തിക്കൊണ്ട് ഒരു ആർബിട്രേഷൻ അവാർഡ് ഇവർക്ക് ഒരു സംസാരിച്ച് നെഗോസിയേഷനിൽ എത്താനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. അതാണ് ഈ ആർബിട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ADRന്റെ എക്സാമ്പിൾ ബാക്കിയൊക്കെ വേറെ, പോസ്റ്റ്പോണ്ടിങ്, എക്സ് പാർട്ടി ജഡ്ജ്മെന്റ്, അതാണ് ഡിസ്പ്യൂട്ട് വിത്തൗട്ട് ഗീവിംഗ് വിറ്റ്നസ്, അതൊക്കെ വേറെ വേറെ കാര്യങ്ങളാണ്. അപ്പൊ അതിൽ ഓപ്ഷൻ അപ്പൊ ADR ആണെന്ന് അറിഞ്ഞാൽ മാത്രം തന്നെ നമുക്ക് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുമായിരുന്നു എന്നുള്ളതാണ്. ഇനി വരുന്ന 83rd ക്വസ്റ്റ്യൻ ആണ്. എക്സാമിനേഷൻ ഓഫ് എ ഡെഡ് ബോഡി ടു ഫൈൻഡ് ദ കോസ് ഓഫ് ഡെത്ത്. ഒരാളുടെ മരണത്തിന്റെ റീസൺ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഡെഡ് ബോഡിനെ എക്സാമിൻ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരെന്താണ്? അപ്പൊ ഇത് നമുക്ക് ഈസി ആയിട്ട് അറിയാല്ലേ, പോസ്റ്റ്മോർട്ടം അഥവാ ഒട്ടോപ്സി എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ക്ലാസ്സുകളിൽ എന്തായാലും ഡിസ്കസ് ചെയ്യാം. ഇൻക്വസ്റ്റ്, അതല്ല ഒട്ടോപ്സി, ഇത് തമ്മിലുള്ള വ്യത്യാസവും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോകാറുണ്ട്. അപ്പൊ അതാണ് ഒട്ടോപ്സി എന്ന് പറയുന്നത്. എന്താണ്? പോസ്റ്റ്മോർട്ടത്തിന്റെ മറ്റൊരു പേരാണ് ഒട്ടോപ്സി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വരുന്നത് കുറച്ച് ദൂരെയാണ്. 83 കഴിഞ്ഞാൽ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലാത്തൊരു ചോദ്യം നമുക്ക് കാണാൻ സാധിക്കുക 92ലേക്ക് വരുമ്പോഴത്തേക്കാണ്. 92ലെ ക്വസ്റ്റ്യൻ കുറച്ച് പലപ്പോഴും ആളുകൾ പറയാൻ മിസ്സായി പോകുന്ന ഒരു കാര്യമാണ്. ഹൈക്കോടതിയിൽ ഇത്ര ജഡ്ജിമാരും ചീഫ് ജസ്റ്റിസുമാരും ഉണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ കഥ പറയുമ്പോൾ നമ്മൾ ആ പേര് ഈ വാക്ക് ഉപയോഗിക്കാൻ വിട്ടു. ഓക്കെ, അത് പയസ് ജഡ്ജികൾ അല്ലെങ്കിൽ പിയൂസ് ജഡ്ജികൾ പലരും പല പ്രൊണൗൺസിയേഷൻ ഉപയോഗിക്കാറുണ്ട്. പയസ് ജഡ്ജ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പം പയസ് ജഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇപ്പം ഒരു സുപ്രീം കോടതി പോകണ്ട, ഏത് കോടതി എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ചീഫ് ഉണ്ടാവും. ഇപ്പം മജിസ്ട്രേറ്റ് കോടതി പോയി കഴിഞ്ഞാൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. അപ്പം ചീഫ് ഒഴികെ ബാക്കി എല്ലാവരെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് പയസ്. ഇപ്പം പയസ് മജിസ്ട്രേറ്റ്സ് അല്ലെങ്കിൽ പയസ് ഹൈക്കോടതിയിൽ പയസ് ജഡ്ജിമാരുണ്ട്, ചീഫ് ജസ്റ്റിസ് ഉണ്ട്, സുപ്രീം കോടതി പോയി കഴിഞ്ഞാൽ ആ പരിപാടിയുണ്ട്. അപ്പൊ ആ സീനിയർ മോസ്റ്റ് ഒഴികെ ബാക്കി ആളുകളെയാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത് ചോദിച്ച ചോദ്യം പക്ഷേ സുപ്രീം കോടതിയിൽ ഇന്ത്യയിലെ പയസ് ജഡ്ജ് അല്ലെങ്കിൽ പീസ് ജഡ്ജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആരെയാണെന്നുള്ളതാണ്. അപ്പൊ ഉത്തരം ജഡ്ജ് അതർ ദാൻ ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്നുള്ളത്. സീനിയർ, ഏറ്റവും സൂപ്പർ മോസ്റ്റ് സീനിയർ ഒഴികെ ബാക്കി എല്ലാവരെയും വിളിക്കുന്ന പേരാണ് ഈ പയസ് ജഡ്ജ് എന്നുള്ളത്. അത് ഓർത്തിരിക്കുക. പിന്നെ അടുത്ത 93 അത് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നില്ല. ആലബി അല്ലെങ്കിൽ അലീബി, രണ്ട് രീതിയിലും പറയാറുണ്ട്. വേർഡ്സ്, വാക്ക് എങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്നു എന്നുള്ളതിനല്ല ഇമ്പോർട്ടൻസ്. അലിബി അല്ലെങ്കിൽ ആലബി അത് എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഞാൻ ക്രൈം കമ്മിറ്റ് ചെയ്യുമ്പോൾ അതൊരു ഡിഫൻസ് ആണ്. ഈ പറയുന്ന ക്രൈം നടക്കുന്ന പാലക്കാടാണ്, ഞാനിന്ന് ആ ദിവസം അമേരിക്കയിലായിരുന്നു ആ സമയത്ത് എന്ന് പറയുന്നതാണ് ആലബി അല്ലെങ്കിൽ അലിബി. ഇത് എല്ലായിടത്തും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിന്റെ ഓപ്ഷൻ വരുന്ന A ആണ്. എൽസ്വെയർ വരുന്ന ക്രൈം വാസ് കമ്മിറ്റഡ് എന്നുള്ളതാണ്. അപ്പൊ അതും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ബിഗ്ഗസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ പറ്റിയിട്ട് അത് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. സോറി, 2 പേജിലായിട്ടാണ് കിടക്കുന്നത്. ബിഗ്ഗസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സക്സഷൻ ആക്ടിന്റെ അർത്ഥം അത് പലയിടത്തായിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നുള്ളൂ. അതായത് ഒരു ഗിഫ്റ്റ്, ഓക്കെ, ഗിഫ്റ്റ് അല്ല സത്യം പറഞ്ഞാൽ അതൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പലയിടത്തും ഇങ്ങനെ കാണും, പക്ഷെ ഒരു ബില്ലിന്റെ ഭാഗമാണ് ഒരു ബിഗ്ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ ബിഗ്ഗസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിയൽ പ്രോപ്പർട്ടി, അതായത് ഭൂമി, റിയൽ പ്രോപ്പർട്ടി കൊണ്ട് അതാ ഉദ്ദേശിച്ചത്. റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മനസ്സിൽ വിചാരിച്ചു, അതായത് ഭൂമി, ബിൽഡിംഗ് മുതലായ സാധനങ്ങളൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, പക്ഷെ പൈസ കൊടുക്കാം. ഇപ്പൊ റിയൽ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഒറിജിനൽ പ്രോപ്പർട്ടി ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികളും റിയൽ ഭൂമി അല്ലെങ്കിൽ ബിൽഡിംഗ് ഈ പരിപാടി നടക്കത്തില്ല. പൈസ, അതുപോലെ സ്വർണം മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ബിക്വിത്ത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ലാൻഡ് ഓർ റിയൽ പ്രോപ്പർട്ടി ഗിവൺ ഇൻ വിൽ, അതല്ല. അപ്പൊ അത് A അല്ല. അടുത്ത് നമുക്ക് നോക്കാം. സംതിങ് ഗിവൺ ഇൻ വിൽ അതർ ദാൻ മണി ഓർ ജുവൽ, അല്ല. സംതിങ് ഗിവൺ ഇൻ വിൽ അതർ ദാൻ ദ ലാൻഡ് ഓർ റിയൽ പ്രോപ്പർട്ടി, അതാണ്. ലാൻഡ് വേണ്ട, റിയൽ പ്രോപ്പർട്ടി അല്ലാണ്ട് നമ്മൾ കൊടുക്കുന്നത്, വില്ലിൽ കൊടുക്കുന്നത്, അങ്ങനെയാണ് നമ്മൾ അതിനെയാണ് നമുക്ക് ബിക്വിത്ത് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പൊ അതൊന്ന് അറിഞ്ഞു വെച്ച് പോയത് കഴിഞ്ഞാൽ മതി. പിന്നെ അടുത്തത് വരുന്നത് 93 കഴിഞ്ഞാൽ പിന്നെ 94 ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ. 4 ഡിസ്കസ് ചെയ്തു. പിന്നെ 99 ആണ് വരുന്നത്. നമുക്ക് ലീഗൽ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലാത്ത ക്വസ്റ്റ്യൻസ് വരുന്ന 99ലാണ്. അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് 5 ഇയറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും സെയിം ക്വസ്റ്റ്യൻ ആണ്. അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. 5 ഇയറിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു എന്താണ് an advocate on record can file cases before. ചെറിയ ഡിഫറൻസ് ആണ്. അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് ആരാന്ന് മനസ്സിലാക്കിയാൽ മതി. അത് സുപ്രീം കോടതിയിൽ ഡയറക്ട്ലി കേസിൽ അപ്പിയർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു കേസ് കൊടുക്കാൻ പറ്റുന്ന അഡ്വക്കേറ്റ്സ് എന്നുള്ളതാണ് അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ്. AOR അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് എക്സാം ഒക്കെ ഉണ്ട്. എക്സാം ഒക്കെ എഴുതണമെങ്കിൽ കുറച്ച് എലിജിബിലിറ്റി ഉണ്ട്. അപ്പൊ അത് പാസ്സായ ആൾക്കാരാണ്
ശരിക്കും അവിടെ ഡയറക്റ്റ് ആയിട്ട് ഒരു ക്ലയന്റിന് വേണ്ടി അപ്പിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവരാണ് യഥാർത്ഥ സുപ്രീം കോടതി ലോയേഴ്സ്. അല്ലാത്ത ആൾക്കാർ അവിടെ ഉണ്ട്, പക്ഷെ യഥാർത്ഥ സുപ്രീം കോടതി ലോയേഴ്സ് എന്ന് പറയുന്നത് അവരാണ്. അപ്പൊ ഇവർക്ക് സുപ്രീം കോടതിയിലാണ് പ്രാക്ടീസ് സർട്ടിഫിക്കറ്റ് റെക്കോർഡ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് വരുന്ന ചോദ്യം 99 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ 102-ലാണ് വരുന്നത്. സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ വാസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇന്ത്യ അണ്ടർ എന്താണ് ഇതിൽ ഈ ചോദ്യത്തിനേ പ്രസക്തിയില്ല. ഇതിൽ വേണ്ടുന്നത് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ് എന്നുള്ളതാണ് ശരിക്കുള്ള ചോദ്യം. കാരണം എന്താ, റൈറ്റ് ടു ഇൻഫോർമേഷൻ ആണ് 4 ഓപ്ഷൻ, ഇതിലെ വർഷം മാത്രം കറക്റ്റ് ആക്കിയാണ്. അപ്പൊ 2005. അപ്പം ഈ സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ അറിയില്ല, അങ്ങനെ എന്തായാലും കുറെ ആക്ടുകളും അതിന്റെ വർഷങ്ങളും നോക്കി വെച്ചിട്ടുണ്ടാവും. അത് മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. പക്ഷെ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് 2005 അതാണ് അവിടുത്തെ റെലവെന്റ് പോയിന്റ് എന്ന് പറയുന്നത്. 2 പിന്നെ വരുന്ന നമുക്ക് 103-ാമത്തെ ചോദ്യമാണ്. ഇതും നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് കുറച്ച് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിയിലാണ്, എന്നാലും കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലാണ്ട് തന്നെ നമുക്ക് നോക്കാം. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ അഡ്ജുഡിക്കേറ്റിംഗ് ഡിസ്പ്യൂട്ട് ആൻഡ് കംപ്ലൈന്റ് വിത്ത് റെസ്പെക്ട് ടു റിക്രൂട്ട്മെന്റ് ആൻഡ് കണ്ടീഷൻ ഓഫ് സർവീസ് ഓഫ് പേഴ്സൺ അപ്പൻ. സംഭവം ഇത്രയേ ഉള്ളൂ. സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ട്രിബ്യൂണൽ എന്തിനാണ് കൊണ്ടുവന്നിട്ടുള്ളത്? അതേപോലെ പബ്ലിക് സർവീസിൽ നമ്മുടെ പബ്ലിക് സർവീസിന്റെ അകത്ത് ഇരിക്കുന്ന ആളുകളുടെ അവരുടെ അപ്പോയിന്റ്മെന്റും ബാക്കി അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകളും കാര്യങ്ങളും കേൾക്കാനും അതിൽ ഹിയറിംഗ് നടത്താനും ഒക്കെയാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതൊന്ന് നോക്കിയാൽ കമ്പനീസ് ഇതിലൊന്നും കാര്യമില്ല. അത് പേഴ്സൺ അപ്പോയിന്റഡ് ടു ദ യൂണിയൻ ഓർ അതോറിറ്റീസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവൺമെന്റ്. പബ്ലിക് ഗവൺമെന്റിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കേസും അവരുടെ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകളും കാര്യങ്ങളും കേൾക്കാനാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, പബ്ലിക് സർവീസുമായിട്ട് ബന്ധപ്പെട്ട അത്രേ ഉള്ളൂ. അതറിയാം ആ ഹെഡിങ് എന്തിനാണ് ഇത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്നറിയാൻ അത്രേ ഉള്ളൂ. ആ ബേസിക് നടത്തുന്നതാണ് അതിന്റെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു GK മോഡൽ ചോദ്യമാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ എന്തായാലും ആക്ട് പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അത് താഴേക്ക് വരുമ്പോഴത്തേക്ക് 104-ാമത്തെ ചോദ്യവും ഇതിന് 104-ാമത്തെ ചോദ്യം നൽസ എന്റെ ഫുൾ ഫോം എന്താണ്? DLSA, NALSA, നൽസ എന്ന് പറയാറുണ്ട്. DLSA പോലെ തന്നെ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി. അത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. ശരിക്കും നമുക്കൊരു ലീഗൽ എയ്ഡ് വേണമെങ്കിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഡിസ്ട്രിക്റ്റിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി. ഇപ്പൊ കേരളത്തിന്റെ അകത്ത് തന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ DLSA-ക്കകത്ത് തന്നെയാണ് നമുക്ക് ലീഗൽ എയ്ഡ് ഒക്കെ അറേഞ്ച് ചെയ്ത് നമുക്ക് കുറച്ച് അഡ്വക്കേറ്റ്സിന് ഇവര് അറേഞ്ച് ചെയ്ത് തരും. നമുക്കിപ്പോൾ നമ്മുടെ പൈസ ഇല്ലെങ്കിൽ ലീഗൽ എയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ പൂൾ ഓഫ് അഡ്വക്കേറ്റ്സ് ഒരു അഡ്വക്കേറ്റിനെ അവർ അപ്പോയിന്റ് ചെയ്ത് തന്ന് അവരായിരിക്കും നമ്മുടെ കേസുകൾ നടത്തി പോവുകയൊക്കെ ചെയ്യുക. അപ്പൊ എന്റെ ഫുൾ ഫോം ഇവിടെ അത്രയും ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. നെൽസയുടെ ഫുൾ ഫോം ആണ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി. DLSA ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി. അപ്പൊ അതാണ് ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 104. 105-ാമത്തെ ചോദ്യവും നെൽസയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം തന്നെയാണ്. അപ്പൊ ഞാൻ തൊട്ടു മുന്നേ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുന്നത് ഈ 105-ാമത്തെ ചോദ്യത്തിലാണ്. 105-ാമത്തെ ചോദ്യത്തിൽ 2 സെന്റൻസ് സ്റ്റേറ്റ്മെന്റുകളാണ് കൊടുത്തിട്ടുള്ളത്. There is absolutely no charge for getting free legal aid through NELSA in India. ഞാൻ തൊട്ടു പിന്നെ പറഞ്ഞിരുന്നു നെൽസ DLSA വഴിയൊക്കെ ഫ്രീ ലീഗൽ എയ്ഡിനുള്ള വഴിയാണ്. അപ്പൊ ഇവിടെ ഒന്നും നമുക്ക് പൈസ ചെലവില്ല, അത് ഓക്കെയാണ്. One can choose a lawyer from the panel of lawyers of his choice or her choice while availing free legal aid through NELSA. നെൽസയ്ക്കകത്ത് ഞാൻ പറഞ്ഞ അവരുടെ പൂൾ ഓഫ് ലോയേഴ്സ് ഉണ്ട്. ഇഷ്ടമുള്ള ലോയർ നമുക്ക് തരാം. 2 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ ബോത്ത് 1 and 2 ആർ ട്രൂ എന്നുള്ള C ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം അതാണ് C ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് ചോദ്യം വരുന്നത് 105 കഴിഞ്ഞ പിന്നെ 110-ാമത്തെ ചോദ്യമാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അല്ലാതെ ഉള്ളൊരു ചോദ്യം വരുന്നത്. ബോണഫൈഡ് എന്ന് പറഞ്ഞ വാക്കിന്റെ മീനിങ് എന്തായാലും എല്ലാവർക്കും അറിയാൻ പറ്റും. ഓക്കെ, ബോണഫൈഡിന്റെ മീനിങ് എന്താണ് എന്നുള്ളത്. ബോണഫൈഡ്, മാലഫൈഡ്, ഓപ്പോസിറ്റ് മാലഫൈഡ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ജെന്യുവൻ, സിൻസിയർ ഓർ ഇൻ ഗുഡ് ഫെയ്ത്ത് എന്നുള്ളതാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ 111-ാമത്തെ ചോദ്യമാണ്. അത് ബുക്ക് വാല്യൂ ആണ് ചോദിച്ചത്. ശരിക്കും അത് ലോഡ് ക്വസ്റ്റ്യൻ അല്ല. ഇതൊരു എക്കണോമിക്സ്, BCom അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ആള് അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കുറച്ച് പൈസ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് ഈ ബുക്ക് വാല്യൂ അറിയാം. കാരണം എന്താ, നമ്മുടെ വാരൻ ബഫറ്റ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഞാൻ അങ്ങനെയാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ബുക്ക് വാല്യൂ ചെയ്യുന്നത്. ഒരു സ്റ്റോക്കിന്റെ വാല്യൂ ബുക്ക് വാല്യൂലും താഴെയാണെങ്കിൽ അത് വാങ്ങി വെക്കുക എന്നൊക്കെയാണല്ലോ പുള്ളി പണ്ട് പറഞ്ഞിട്ടുള്ളത്. എന്തോ ആയിക്കോട്ടെ. അപ്പൊ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഫിക്സഡ് അസറ്റ്സ്, ഈ ബിൽഡിംഗ് മെഷീൻസ് ഇതിന്റെ എല്ലാം കൂടെ വെച്ചിട്ടുള്ള ആ ഒരു കണക്കാണ് ഇതിനകത്ത്. പക്ഷെ കറക്റ്റ് ഫുള്ളി അത് കൊടുത്തിട്ടില്ല.
ഫിക്സ്ഡ് അസറ്റ് സച്ച് ആസ് എ ബിൽഡിംഗ് മെഷീൻ ആസ് റെക്കോർഡഡ് ഇൻ ലെഡ്ജർ എന്നുള്ളതാണ് ഒരു ആൻസർ. അതിനപ്പം കുറച്ച് സാധനമുണ്ട്, കുറച്ച് സാധനം റെഡ്യൂസ് ചെയ്യണം, റിക്വേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അതുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഗ്രോ പോലത്തെ ആപ്പുകളിലൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് മനസ്സിലാക്കാനൊക്കെ പറ്റും, ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം. അപ്പൊ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ അതാണ് ഫിക്സ്ഡ് അസറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അവസാനം ലെഡ്ജറിൽ കീപ്പ് ചെയ്യുന്നത്. പിന്നെ 112ാമത്തെ ചോദ്യം. 112ാമത്തെ ചോദ്യവും ഇച്ചിരി ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടെങ്കിലോ സോഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒന്നും അല്ലെങ്കിൽ ഇംഗ്ലീഷ് സിനിമകൾ കാണുകയാണെങ്കിലോ കാർട്ടൽ, കാലി കാർട്ടൽ, എസ്കോബാറിന്റെ കാർട്ടൽ എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ട്. അപ്പം കാർട്ടൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാർട്ടൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ, ഒരുപാട് ടൈപ്പ് ഇപ്പോൾ എന്താണ് നമ്മുടെ കോമ്പറ്റീഷൻ ആക്ട് ഒക്കെ കാർട്ടൽ പ്രൊവൈഡ് ചെയ്യാനുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഈ കാർട്ടൽ ബേസ്, ഇപ്പൊ നമുക്ക് ചില സമയത്ത് സവാളയുടെ വിലയൊക്കെ ഭയങ്കര പീക്കിൽ പോകുന്ന കാണില്ല, അതൊക്കെ ഈ കാർട്ടലുകാരാണ്. ഇവരെന്ത് ചെയ്യാൻ സവാളയുടെ വില കൂട്ടാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഇവർ എന്താണ് ഇപ്പം വലിയ റിലയൻസ് ഇതേപോലത്തെ ആളുകളെല്ലാം കൂടെ സവാള ഇവർ സംഭരിച്ചു വയ്ക്കും ഇവിടെ, അല്ലെങ്കിൽ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ട് ഇവിടെ ഒരു ക്ഷാമം ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്ത് പ്രൈസ് ഹൈക്ക്, അല്ലെങ്കിൽ ഒരു സാധനം അത് വളരെ കുറഞ്ഞ പ്രൈസിൽ വിൽക്കാൻ പറ്റും. എന്നാലും ഇതിന്റെ അസോസിയേഷൻ ഇതിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെല്ലാം കൂടെ നമ്മളത് കുറയ്ക്കരുത്, നമ്മൾ ഇത് ഹൈ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യണം. സുർ റിപ്പോർട്ടിന്റെ അകത്ത് പറയുന്നുണ്ട്, ഇപ്പൊ എയർപ്ലെയിൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ചാർജ് കുറച്ച് കൊടുക്കാൻ പറ്റും, പക്ഷെ ഞങ്ങൾ കുറച്ച് കൊടുക്കില്ല, നമ്മൾ കൂട്ടിയേ കൊടുക്കും, അങ്ങനെ പൈസ ഉള്ളവർ മാത്രം കയറിയാൽ മതി. അപ്പൊ ആ രീതിയിലൊക്കെ ചെയ്തു പോകുന്ന ഒരു കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ഇവരിങ്ങനെ എന്നും അവർ മാത്രം നിലനിന്ന് പോകാൻ വേണ്ടി ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതാണ് ബേസിക്കലി ഒരുപാട് കാര്യങ്ങളുണ്ട് മൈക്രോസോഫ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അധികം ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. ബേസിക്കലി കാർട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബിസിനസ് ടു റെസ്ട്രിക്ട് ദ കോമ്പറ്റീഷൻ ആൻഡ് ബിസിനസ്സസ് ടു റെസ്ട്രിക്ട് ദ കോമ്പറ്റീഷൻ ആൻഡ് കീപ് പ്രൈസസ് ഹൈ എന്നുള്ളത്. അതായത് കാർട്ടൽ എന്ന് പറയുന്നത് ഒരു എഗ്രിമെന്റ് ആണ്, ഒരു ഫീൽഡിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ തമ്മിലുള്ള എഗ്രിമെന്റ് ആണ്. ആ എഗ്രിമെന്റ് വഴി ഇവർ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ പ്രോഡക്ട്സിന്റെ പ്രൈസ് ഹൈ ആയിട്ട് കീപ്പ് ചെയ്യാനും അതിൽ ഇവർ തമ്മിലുള്ള എന്താണ് വേറെ ആളുകൾ മാർക്കറ്റിൽ വരാണ്ട് റെസ്ട്രിക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ റെസ്ട്രിക്ട് ചെയ്യും. ആ തരത്തിൽ ഇപ്പം ഡ്രഗ് മാഫിയയുടെ കാർട്ടൽ ഇതെല്ലാം ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ്. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. പിന്നെ ബാക്കി ഓപ്ഷൻസ് വായിക്കുമ്പോൾ മനസ്സിലാവും ഇതൊന്നുമല്ല ആദ്യമേ പറഞ്ഞതാണ് എന്ന് ഉള്ള കാര്യം നമുക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ അടുത്ത ചോദ്യമാണ് കോസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ഓക്കെ, ഇതും ബേസിക്കലി ലീഗിനൊന്നും വേണ്ട, ഇത് ജനറൽ ആയിട്ടുള്ള നിങ്ങൾക്ക് കോസേഷൻ, നമ്മൾ എന്തെങ്കിലും കോസ് ചെയ്യുന്നു, അതാണ് കോസേഷൻ. ഒന്ന് വായിച്ചു നോക്കിയ എൻ്റെ ഓപ്ഷൻസ്: ഇഞ്ചുറി ടു ഹാപ്പൻ, ബാഡ് തിങ്സ് ടു ഹാപ്പൻ, സംതിങ് എൽസ് ടു ഹാപ്പൻ, എന്താണ് ഗുഡ് തിങ്സ് ടു ഹാപ്പൻ. കോസേഷൻ ഞാൻ എന്തെങ്കിലും എന്താണ് സംഭവിക്കാൻ ഞാൻ കാരണക്കാരനായി, ഞാൻ എന്തെങ്കിലും സാധനം കോസ് ചെയ്തപ്പോൾ. സംതിങ് ടു ഹാപ്പൻ ഞാൻ എന്തോ കോസ് ചെയ്തു, അത്ര ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷാണ്, ബേസിക് ഇംഗ്ലീഷാണ് അതിന്റെ സി എന്നുള്ള ഉത്തരത്തിലേക്ക് വരുന്നതെന്ന് പറയുന്നത്. പിന്നെ അടുത്ത ചോദ്യം വരുന്നത് 114 വരുന്നുണ്ട്. ചെയർപേഴ്സൺ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഗുഡ്സ് GST കൗൺസിലിന്റെ ചെയർപേഴ്സൺ ആരാണ് എന്നുള്ളതാണ്. യൂണിയൻ ഫിനാൻസ് GST വന്നപ്പോൾ തന്നെ അതൊരു വളരെ ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിൻ്റെ അകത്തുള്ള ഒരു സംഭവമാണ് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ് ഇതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്ന് ഭയങ്കര ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് 115ാമത്തെ ചോദ്യമാണ്. അതും GST ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. GST എന്ന് മുതലാണ് കെയിം ഇൻ ടു എഫക്ട് വാസ് ലോഞ്ച്ഡ് വിത്ത് എഫക്ട് ഫ്രം എന്നാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ എല്ലാവർക്കും ഇത് വളരെ വന്നപ്പോൾ തന്നെ ഭയങ്കര ഫേമസ് ആയിരുന്നു, സെൻട്രലൈസ്ഡ് ടാക്സ് ആയതുകൊണ്ട്. അപ്പം GST ജൂലൈ 1-നാണ് 2017 നിലവിൽ വന്നിരിക്കുന്നത്. താഴോട്ട് പോയാൽ കാണാം ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. കറക്റ്റ് ഓപ്ഷൻ എ ആണ് വരുന്നതെന്ന് പറയുന്നത്. അടുത്ത 116 ചോദിക്കുന്നതാണ് ക്ലോസിംഗ് ഓർഡർ എന്താണ് എന്നുള്ളതാണ് 116ാമത്തെ ചോദ്യം. ക്ലോസിംഗ് ഓർഡർ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു സ്ഥലം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ വീട്, സ്ഥലം എന്ത് വേണമെങ്കിലും ഒരു സ്ഥാപനം ഇനി ഇത് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് വരുന്ന ഓർഡറാണ് ക്ലോസിംഗ് ഓർഡർ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻ നോക്കിയാൽ മതി. ലിറ്റിഗൻ ഫ്രം പേഴ്സണൽ അപ്പറൻസ്, പ്രോഹിബിറ്റിംഗ് ദ യൂസ് ഓഫ് ഹൗസ് ആസ് എ ഹൗസ് ഈസ് നോട്ട് ഫിറ്റ് ഫോർ ഹ്യൂമൻ ടു ലീവ് ഇൻ. പ്രോഹിബിറ്റിംഗ് ദ യൂസ് ഓഫ് ഹൗസ് ആസ് എ ഹൗസ് ഈസ് നോട്ട് ഫിറ്റ് ഫോർ ഹ്യൂമൻ ടു ലീവ്. ആൾക്ക് ജീവിക്കാൻ പറ്റാതെ ഈ വീട്ടിൽ ഇനി ആളുകൾ താമസിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഓർഡറാണ് ക്ലോസിംഗ് ഓർഡർ എന്നുള്ള രീതിയിലാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിന് വീടിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരു സ്ഥാപനം ഇത് ഇനി ഇങ്ങനെ പ്രവർത്തിക്കണ്ട എന്ന് പറഞ്ഞു വരുന്ന ഒരു ഓർഡറാണ് ക്ലോസിംഗ് ഓർഡർ. ഇത് അടച്ചു കൂട്ടിക്കോ എന്ന് പറയുന്ന ഓർഡറാണ് ക്ലോസിംഗ് ഓർഡർ. അതിന്റെ ഒരു മീനിങ് വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ബി ആണ് അതിന്റെ ഓപ്ഷൻ. അതൊരു മീനിങ് വരുന്ന ഒരു, പക്ഷെ വേറെ ഒന്നും അതിലേക്ക് വരുന്നില്ല, അത്രയും അടുത്തേക്ക് വരുന്നില്ല. അപ്പൊ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്നുള്ള രീതിയിൽ നമുക്ക് ബി ചൂസ് ചെയ്യാം. അപ്പൊ ക്ലോസിംഗ് ഓർഡർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരുന്ന ചോദ്യം 117ാമത്തെ ചോദ്യമാണ്. അപ്പൊ അതിൽ 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. 2 സ്റ്റേറ്റ്മെന്റ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിനെ പറ്റിയിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് 2010 വന്ന ആക്ട് ആണ്. ഇത് പ്രകാരമാണ് ഈ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ നിലവിൽ വന്നിട്ടുള്ളത്. ഡൽഹിയിലാണ് ഇത്
മെയിൻ ആയിട്ടുള്ള ഇതിന്റെ സിറ്റിംഗ് ഒക്കെ നടക്കാറുള്ളത്. അപ്പൊ അതൊക്കെ വെച്ചുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിന്റെ 4 സോണിലായിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. അത് രണ്ടും ആണ് ഈ ഓപ്ഷൻ ക്വസ്റ്റ്യൻ ഉള്ളത്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഈസ് ജുഡീഷ്യൽ ബോഡി എഡ്യൂഡിക്കേറ്റിംഗ് എൻവയോൺമെന്റൽ കേസസ് ഇൻ ദ കൺട്രി, അതായത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസുകളെല്ലാം എക്സ്പെഡീഷൻ പെട്ടെന്ന് കേൾക്കാനും അത് പെട്ടെന്ന് തീരുമാനത്തിലെത്താനും വേണ്ടിയിട്ടാണ് ഇത് കോടതിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഡൽഹിയിലാണ് പ്രിൻസിപ്പൽ സിറ്റിംഗ് എന്നുള്ളത് നിങ്ങൾ പലയിടത്തും കാണും. പക്ഷെ എന്നാൽ ഇതിന് ഈ പറയുന്ന 4 സോണുകളും ഉണ്ട്. അതായത് നോർത്ത്, സെൻട്രൽ, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് എന്നീ 5 സോണുകളിലായിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം രണ്ടും ശരിയാണ്. ബോത്ത് 1 and 2 ആർ ട്രൂ എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ വരുന്ന ഒരു ചോദ്യമുണ്ട്, ലീഗൽ മാക്സിം ആണ്. ഫെമെ കൺവേർട്ട് എന്ന് പറഞ്ഞാൽ, ഫെമെ കൺവേർട്ട് എന്ന് പറഞ്ഞാൽ എ മാരിഡ് വുമൺ എന്നുള്ളതാണ് അതിന്റെ മീനിങ്. അപ്പൊ അതുമായിട്ട് സിമിലർ ആയിട്ട് വരുന്ന എ വുമൺ ഹൂ ഈസ് മാരീഡ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്. അപ്പൊ അതാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. 119 യുത്തനേഷ്യയുടെ മീനിങ് എന്താണ്? ഇത് സിമ്പിൾ ആണ്. നമ്മൾ മേഴ്സി കില്ലിംഗ് എന്നൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്താണ് ഒരാളുടെ സഫറിങ്സ് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലീഗലായിട്ട് അവരുടെ എന്താണ് ഇപ്പൊ യുത്തനേഷ്യ എന്ന് പറഞ്ഞാൽ പാസീവ് യുത്തനേഷ്യ, ആക്റ്റീവ് യുത്തനേഷ്യ ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കില്ലിംഗ് സമൺ ടു എൻഡ് ഹിസ് ഓർ ഹെർ സഫറിങ് എന്നുള്ളത് ബി ആണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. 119 CID മൂസയിൽ വരെ മേഴ്സി കില്ലിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. ഇനി 120ാമത്തെ ഫൈനൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്നുള്ളതാണ് അടുത്തായിട്ട് പറഞ്ഞത്. കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോടതിനെ മോശമായി കാണിക്കുക എന്നുള്ള രീതിയിലാണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിനെ പറ്റി കേൾക്കാറുള്ളത്. അപ്പൊ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താണ് കോടതിയിൽ എന്താണ് ഇപ്പൊ കോടതിനെ പറ്റി ഒന്നും ഇവിടെ പറയുന്നില്ല. അപ്പൊ ഇവിടെ സംഭവം എന്താണ്? ജഡ്ജിനെ അബ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ജഡ്ജിയുടെ പദവിനെ അബ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പുള്ളിനെ അവിടെ ഭയങ്കര മോശമായിട്ട് കാണിക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ട് എന്താണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടുകൾ മിക്കപ്പോഴും സംഭവിക്കാറുള്ളത്. അബ്യൂസിങ് എ ജഡ്ജ് ഡ്യൂറിങ് എ കോർട്ട് കേസ് ഇതൊരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന്റെ എക്സാമ്പിൾ ആണ്. ഇത് മാത്രമല്ല, കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് വേറെ വഴികളുണ്ട്. പക്ഷെ ഇതിൽ നോൺ ഫയലിംഗ് ഓഫ് കേസ് വിത്തിൻ ജുറിസ്ഡിക്ഷൻ, നോൺ ഫയലിംഗ്, നോൺ അപ്പിയറൻസ് ഇതൊന്നുമല്ല കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. കോടതിനെ അപകീർത്തി മോശമാക്കി കാണിക്കണമല്ലോ. അപ്പൊ അതിൽ ഏറ്റവും നല്ല എക്സാമ്പിൾ എ ആണ്. ഏറ്റവും നല്ല എക്സാമ്പിൾ എ ആണ് എന്നുള്ളത് കൊണ്ടാണ് ഈ ഉത്തരം. അതിന്റെ ഉത്തരം എ ആണ്. അപ്പൊ ഇതിലെ കുറെ ചോദ്യങ്ങൾ ഇപ്പൊ ഫെമെ കൺവേർട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷെ എന്നാലും കണ്ടംപ്റ്റ് നിങ്ങൾക്ക് എഴുതാം, യുത്തനേഷ്യ നിങ്ങൾക്ക് എഴുതാം, ഇപ്പൊ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഇത് എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പൊ അതൊരു ചോദ്യം. 2 ചോദ്യം നമുക്ക് മിസ്സാവാൻ സാധ്യതയുണ്ട്. ക്ലോസിംഗ് ഓർഡർ ഇച്ചിരി ബുദ്ധി ഉപയോഗിച്ച് ഇച്ചിരി താല്പര്യമുള്ള ഒരാൾക്ക് എഴുതാൻ പറ്റും. എന്നാലും ഒരു സാധാരണ ആൾ എഴുതില്ല. ആ 3 നമുക്ക് അത് ഉപേക്ഷിക്കാവുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. GST ലോഞ്ച് ചെയ്തതൊക്കെ 2017 ഇപ്പൊ മന്ത് ഒന്നും അറിയണ്ട, 17 മാത്രമാണ്, 17 പറഞ്ഞാൽ തന്നെ അത് എഴുതാം. അത് എഴുതേണ്ട ചോദ്യം തന്നെയാണ്. അപ്പൊ അത് അവിടെ നിന്ന് പോട്ടെ. GSTയുടെ ടാക്സ് കൗൺസിലിന്റെ ചെയർപേഴ്സൺ അത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ്. അത് എന്തായാലും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വേണം. കുസേഷൻ അല്ലെങ്കിൽ കോസേഷൻ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഇംഗ്ലീഷാണ്, ജനറൽ ഇംഗ്ലീഷ്. ഒന്ന് ആലോചിച്ചാൽ അതങ്ങോട്ട് കിട്ടും. കാർട്ടൽ ചിലപ്പം ചിലർ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും അത് വായിച്ചു നോക്കിയാൽ കിട്ടും. എന്നാലും ഞാൻ തെറ്റിയതായിട്ട് കൂട്ടാം. 4 അത് പോട്ടെ, 4 എഴുതാൻ പറ്റും. ബുക്ക് വാല്യൂ എന്നാലും ഒരു ജനറൽ നോളജ് ആണ്. BCom അല്ലെങ്കിൽ സ്റ്റോക്ക് ഇതൊന്നും അറിയാത്തവർക്ക് ചിലപ്പോൾ തെറ്റിക്കാം. 5 അതും പോട്ടെ. അപ്പൊ ബാക്കി ഇതിന്റെ മുകളിലോട്ടും താഴോട്ടും വരുന്ന ചോദ്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ലീഗൽ ഈ ഒരു 5 ചോദ്യമാണ് നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടതായിട്ട് വരാറുള്ളൂ. ഓക്കെ, പിന്നെ വേണമെങ്കിൽ ഒരു ബഫർ ഇട്ടുണ്ട് 2 കൂടെ 7 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ശരിക്കും അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ എന്നാലും ഇച്ചിരി താല്പര്യമുള്ളവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പം അതാണ്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഈസിലി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. ഒരു ആപ്റ്റിറ്റ്യൂഡ് ലെവലിൽ വരുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യുന്നത് കേരള ലോ എൻട്രൻസ് എക്സാം 2024 3 ഇയറിന്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഈ കൊല്ലത്തെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിന് ഒരു പ്രത്യേകതയുണ്ട്. മുന്നേ ഉള്ള കൊല്ലങ്ങളെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ കൊല്ലത്ത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ പല ആനോണിംസും സിനോണിംസും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുകയും ഇപ്പൊ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും അതൊക്കെ എടുത്ത് നോക്കണമെങ്കിൽ ഭയങ്കര ബേസ് ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. വലിയ പാസേജുകൾ വായിച്ച് ആൻസർ ചെയ്യുക അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. ഭയങ്കര വളരെ നല്ല രീതിയിൽ, അതായത് ഇതിനു വേണ്ടി അങ്ങനെ ഡെപ്തിലിരുന്ന് സ്റ്റഡി നടത്തിയിട്ടില്ലെങ്കിൽ കൂടിയും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത് തന്നെ നമുക്ക് ആദ്യം മുതൽ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി പോകാം. അതായത് 4 വേർഡ്സ് തന്നെ ഇൻകറക്ട്ലി സ്പെൽഡ് വേർഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ വായിച്ച് പോകുമ്പോൾ നമ്മൾ നോക്കിയിട്ട് മനസ്സിലാവും. ആന്റിബയോട്ടിക് ആണ് നമുക്ക് അവിടെ വേണ്ടത്. BIO ബയോട്ടിക് എന്നുള്ളതാണ് അവിടെ വരേണ്ടത്. വളരെ എളുപ്പമാണ്. തൊട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണുന്നത് കാറ്റർപില്ലർ. ഓക്കെ, കാറ്റർപില്ലർ എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് എന്താണ്? A ആയിരുന്നു അവിടെ വരേണ്ടത്. അത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഇപ്പൊ നമ്മൾ വീണ്ടും താഴോട്ട് പോവുകയാണെങ്കിൽ ഹീനിയസ് എന്താണ്? ഇത് ഇവിടെ ചിലർക്ക് ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ട്. അതായത്
നിയറസ്റ്റ് ടു ദ ഓപ്പോസിറ്റ് ഇൻ മീനിങ്. ഓക്കെ, ഓപ്പോസിറ്റ് മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതേപോലെ ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ ഓപ്പോസിറ്റ് ആണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നേരെ മീനിങ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് ഹെഡിങ് വായിക്കേണ്ട പോയി അവിടെ അബദ്ധം പറ്റി 1-2 പേര് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. മര്യാദയ്ക്ക് ഒന്ന് ക്വസ്റ്റ്യൻ വായിക്കണം. എന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ വായിക്കാത്തത്? അപ്പം ഓപ്പോസിറ്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഹീനിയസ് എന്ന് പറഞ്ഞാൽ നേരെ മീനിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഹേറ്റ്ഫുൾ എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതല്ല വേണ്ടത്, ഡിസൈറബിൾ. ഓക്കെ, അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം തന്നെ. വളരെ ഈസിയാണ്. ഇൻട്രിക്കേറ്റ് വളരെ ഇൻട്രിക്കേറ്റ് സിസ്റ്റം ആണ്. ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കേൾക്കാറുണ്ട്. വളരെ കോംപ്ലക്സ് സിസ്റ്റം ആണ്, കോംപ്ലിക്കേറ്റഡ് സിസ്റ്റം ആണ് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ നേരെ ഓപ്പോസിറ്റ് എന്താണ്? അൺകോംപ്ലിക്കേറ്റഡ് എന്നുള്ളതാണ്. അതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത വരുന്നതാണ് എന്താണ്? നിയറസ്റ്റ് ഇൻ ദ ഓപ്പോസിറ്റ് ഇൻ ദ മീനിങ് ഓഫ് ദ വേർഡ് റിപ്പൾസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ്ഡ് ആയിട്ട് നമ്മൾ മാറി നിൽക്കുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ബ്രദർ എന്നൊക്കെ കാണാറില്ലേ? ആ ഒരു സംഭവമാണ് റിപ്പൾസീവ് എന്ന് പറയുന്നത്. ഡിസ്കസ്ഡ് കൊണ്ട് നമ്മളിങ്ങനെ റിപ്പൾ ചെയ്യപ്പെടുക, റിപ്പൾസീവ് ആവുക എന്നുള്ളത് നമ്മൾ പറയാറ്. അപ്പം എന്താണ്? നമ്മളിങ്ങനെ ഡിസ്കസ്റ്റീവ് ആയിട്ട് ഇങ്ങനെ മാറുന്നു എന്നുള്ളതാണെങ്കിൽ എന്താണ്? നമ്മൾ അങ്ങോട്ടേക്ക് ആകർഷിക്കുന്നു, അട്രാക്റ്റീവ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് നിയറസ്റ്റ് ഇൻ ദ മീനിങ്. നേരെ മീനിങ് ചോദിച്ചു. ഇത് പലരും കണ്ടില്ല. ഓക്കെ, 1-2 പേര് കണ്ടിട്ടില്ല. പക്ഷെ നിയറസ്റ്റ് ഇൻ ദ മീനിങ് ആണ് ചോദിച്ചിരുന്നത്. ബെനിഗ്നന്റ്. അപ്പൊ ബെനിഗ്നന്റ് അറിയില്ലെങ്കിലും ബെനവലന്റിന്റെ അനോണിംസും സിനോണിംസും ഒക്കെ നോക്കിപ്പോ അപ്പൊ ബെനവലന്റ് അടുത്ത് വരുന്നതാണ് ബെനിഗ്നന്റ്. അപ്പൊ അതിന്റെ നേരെ മീനിങ് ആണ് ഗ്രേഷ്യസ് എന്ന് പറയുന്നത്. പിന്നെ ഇന്റർലൂപ്പർ ഒക്കെ വളരെ എളുപ്പമാണ്. ഇന്റർലൂപ്പർ എന്ന് പറഞ്ഞാൽ ഒരിടത്ത് ബിലോങ് ചെയ്യാത്ത ഒരാൾ, ആ സ്ഥലത്ത് പർട്ടിക്കുലർലി ബിലോങ് ചെയ്യാത്ത ആള്. അപ്പൊ ഏറ്റവും അടുത്ത് വരുന്നതാണ് ഇൻട്രൂഡർ എന്ന് പറയുന്നത്. ഭയങ്കര എളുപ്പമുള്ള സാധനം. മെൻഡേഷ്യസ്. ഓക്കെ, മെൻഡേഷ്യസ് ആയിരിക്കും നമുക്ക് അധികം പേർക്ക് വലിയ പരിചയമില്ലാത്ത വാക്ക്. ബാക്കി എല്ലായിടത്തും കണ്ടുപോയിട്ടുള്ളതാണ്. അപ്പൊ മെൻഡേഷ്യസ് എന്ന് പറഞ്ഞാൽ ഡിസോണസ്റ്റ് പേഴ്സൺ എന്നുള്ളതാണ്. മെൻഡേഷ്യസ് പേഴ്സൺ എന്നുകൊണ്ട് അയാൾ കള്ളമേ പറയത്തുള്ളൂ വാദം. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞു പോകാം. പിന്നീടുള്ള ചോദ്യം കേട്ടോ, ഡയറക്റ്റ് സ്പീച്ചിനെ നമുക്ക് എന്താണ് ഇൻഡയറക്റ്റ് സ്പീച്ചാക്കി മാറ്റാനാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അതും അതിലെ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ. എന്താണ്? ആർ യു ഗോയിങ് ടു യുവർ ഹൗസ്? ദ ഗേറ്റ് കീപ്പർ സെഡ് ടു ഹിം ആർ യു ഗോയിങ് ടു. അപ്പൊ ഇതിനെ എങ്ങനെയാണ് നമുക്ക് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കാൻ പറ്റുക? ഇതെന്താണ്? ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ദ ഗേറ്റ് കീപ്പർ ആസ്ക്ഡ്. അപ്പൊ ഈ ആസ്ക് എന്ന് പറഞ്ഞ പരിപാടി കഴിഞ്ഞു. ആസ്ക്ഡ്. അപ്പൊ ആസ്ക്ഡിലുള്ള 3 നോക്കിയാൽ മതി. ഇനി ആർ യു അല്ലെങ്കിൽ ഇവിടെ WH ക്വസ്റ്റ്യൻ അല്ല. അങ്ങനെ സംഭവിക്കുമ്പോൾ തന്നെ ഇഫ്, വെദർ എന്നുള്ള രീതിയിലോട്ട് മാറും. അപ്പൊ ഇഫ് 3 ഇഫ് ഉണ്ട്. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. ആർ യു എന്താവും? യു ആണ് സബ്ജക്ട്. അത് ഹി ആണ് അല്ലെ. ഹി ആണ് പിന്നെ സബ്ജക്ട്. എന്താണ്? ഇഫ് ഹി വാസ് ഗോയിങ് ടു ഹിസ് ഹൗസ് എന്നുള്ളതാണ് അവിടെ വരേണ്ട ഉത്തരം. അപ്പൊ ബി എന്താണ്? ഇഫ് ഹി വാസ് ഗോയിങ് ടു ഹിസ് ഹൗസ്, ബി എന്നുള്ളതാണ് വളരെ ശരിയായിട്ടുള്ള ഉത്തരം തന്നെയാണ്. വളരെ സിമ്പിൾ, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ഷീ സെഡ് ഐ മേ ബൈ എ ബുക്ക് ഓൺ ജിയോഗ്രഫി എന്നുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? ഈ മേ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് എന്താകും? മൈറ്റ് ആകും എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പൊ അതിന്റെ ഉത്തരം വളരെ സിമ്പിൾ ആണ്. എന്താണ്? ഷീ സെഡ് ദാറ്റ് ഷീ മൈറ്റ് ബൈ എ ബുക്ക് ഓൺ ജിയോഗ്രഫി എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. ഇപ്പൊ ഈ ബൈയിങ്ങിനെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? കണ്ടിന്യൂസ് അല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ബൈയിങ് എന്ന് പറഞ്ഞ ഓപ്ഷനേ ഇല്ല. അപ്പൊ ബുക്ക് ബൈ എന്നുള്ള സ്ഥലത്ത് വന്ന് നമ്മൾ നിന്നാൽ മതി. ഷീ സെഡ് ദാറ്റ് ഷീ മൈറ്റ് ബൈ എ ബുക്ക് ഓൺ ജിയോഗ്രഫി എന്നുള്ളതാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ബൈയിങ് അല്ല, കണ്ടിന്യൂസ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ബൈ ആണ്. അതവിടെ കഴിഞ്ഞു. പിന്നെ അടുത്തതാണ് ഡയറക്റ്റ് സ്പീച്ച്. വീണ്ടും ഇൻഡയറക്റ്റ് സ്പീച്ചിലാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹി സെഡ് ഐ ഡു നോട്ട് ലൈക്ക് ഹൊറർ ഹി സെഡ് ദാറ്റ് ഹി ഡിഡ് നോട്ട് ലൈക്ക് ഹൊറർ മൂവി. ഓക്കെ, ഇതിനെ ഡയറക്റ്റ് സ്പീച്ച് ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞത്. ദ ഗിവൻ സെന്റൻസ് ഇൻ ടു ഡയറക്റ്റ് സ്പീച്ച് ആക്കാനാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഹി സെഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് തന്നിട്ടുണ്ട്. ഹി സെഡ് ദാറ്റ് ഹി ഡിഡ് നോട്ട് ലൈക്ക് ഹൊറർ മൂവി. അപ്പൊ ഇതിന്റെ എന്താണ് ഡയറക്റ്റ് ആയിട്ടുള്ള സ്പീച്ച് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പം ഡിഡ് നോട്ട് എന്താവും? ഡിഡ് നോട്ട് ഡു നോട്ട് ആവും. അപ്പം എന്താ? ഹി സെഡ് ആയിട്ട് തന്നെ ഹി സെഡ് ഐ ഡു നോട്ട് ലൈക്ക് ഹൊറർ മൂവീസ് എന്നുള്ള ആൻസറിലേക്ക് എനിക്ക് വന്ന് നിൽക്കുക. ഇത് ശരിക്കും ഓപ്ഷൻസ് നോക്കാണ്ട് നമ്മൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ മതി. അങ്ങനെയാണ് നമുക്ക് കുറച്ചും കൂടെ എളുപ്പം ആൻസർ. ചിലർക്ക് ഗ്രാമറിന്റെ ഓർഡറിൽ നോക്കണം, ചിലർക്ക് പറഞ്ഞു നോക്കുമ്പോൾ തന്നെ കേട്ടോ. അതൊക്കെ നിങ്ങളുടെ കംഫോർട്ടായിരുന്നു. അപ്പൊ ഹി സെഡ് ദാറ്റ് ഹി ഡിഡ് നോട്ട്. അപ്പൊ ഹി സെഡ് എന്താണ്? ഹി സെഡ് ഹി എന്താവും? ഐ ആവും. ഐ ഡിഡ് നോട്ട് എന്താവും? ഡു നോട്ട് ആവും. ഐ ഡു നോട്ട് ലൈക്ക് ഹൊറർ മൂവീസ് എന്നുള്ളതാണ് അവിടുത്തെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് 11ന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി
ട്വൽത്ത് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. 12th ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ് ഇഡിയംസ് ആൻഡ് ഫ്രൈസസിന്റെ മീനിങ്? ത്രൂ തിക്ക് ആൻഡ് തിൻ, എല്ലായ്പ്പോഴും ഞാൻ നിന്റെ കൂടെ ഉണ്ട്, എന്ത് പ്രശ്നത്തിലും കൂടെ ഉണ്ടാകും. അറ്റ് ഓൾ ടൈംസ് ബോത്ത് ഗുഡ് ആൻഡ് ബാഡ്, ഏത് സമയത്തായാലും നിന്റെ ഒപ്പം ഉണ്ടാകും. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഈ സെന്റൻസിന്റെ അകത്ത് ഓഡ്സിന്റെ മീനിങ് എന്താണെന്നാണ് ചോദിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ പ്ലേയേഴ്സ് ഓഫ് ദ ടീം വെയർ അറ്റ് ഓഡ്സ് ഓവർ ദ സെലക്ഷൻ മെത്തേഡ്സ്. അപ്പൊ എന്താണ് ഇവരെന്താണ് ആ സെലക്ഷൻ മെത്തേഡിന്റെ അകത്ത് താല്പര്യം, ഇതൊന്നും ശരിയല്ല, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അറ്റ് ഓഡ്സ്, ഇതൊന്നും ശരിയല്ല എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ബിക്കം ആംഗ്രി അല്ല, ഡിസ്പ്യൂട്ട് ആണ് മോസ്റ്റ് പ്രോബിൾ ആയിട്ടുള്ളത്. ബിക്കം സൈലന്റ് അല്ല, എഗ്രി അല്ല, ഡിസ്പ്യൂട്ട് ആണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ബൈഗോൺസ് ബി ബൈഗോൺസ്, കഴിഞ്ഞത് കഴിഞ്ഞ് പൊക്കോട്ടെ എന്നുള്ളതാണ് ബൈഗോൺസ് ബി ബൈഗോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പറഞ്ഞ ഇഗ്നോർ ദ പാസ്റ്റ്. ഓക്കെ, കഴിഞ്ഞത് കഴിഞ്ഞ് പൊക്കോട്ടെ എന്നുള്ളത് അവിടെയാണ് അതിന്റെ മീനിങ് കിടക്കുന്നത്. ഓക്കെ, ഇഗ്നോർ ദ പാസ്റ്റ്. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലേക്ക് വരികയാണ്. ഇതൊക്കെ ഭയങ്കര എളുപ്പമുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. എന്നാൽ നോക്കിയേ, ഇവിടെ ചേരുന്ന വാക്ക് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഇംഗ്ലീഷ് റീഡിങ് കപ്പാസിറ്റിയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. അതെ, ട്രെയിൻഡ് വർക്കേഴ്സ് ആർ എസെൻഷ്യൽ ഫോർ ദ ഡാഷ് ഫങ്ഷനിങ് ഓഫ് ദ ഫാക്ടറി. ട്രെയിൻഡ് എന്തിനാണ്? എഫിഷ്യന്റ് ഫങ്ഷനിങ്, അതാണ് കറക്റ്റായിട്ട് വരുന്നത്. പിന്നെ എന്താണ്? ഫ്യൂട്ടൈൽ ആണോ, നഷ്ടം ഉണ്ടാക്കാൻ തന്നെ. ഫ്രൂട്ട്ലെസ്, ഉപകാരപ്രദമല്ലാത്ത, ഹോളോ, ഉപകാരമില്ല. അവിടെ നിന്നാണ് എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്കിംഗ് ആണ് വേണ്ടുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ട്രെയിൻഡ് വർക്കേഴ്സിനെ ഉപയോഗിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. ഹി ഡാഷ് ഹിസ് സിസ്റ്റർ സേസ് ദാറ്റ് ഹി വുഡ് ക്ലിയർ ഓൾ ഹർ ഡെപ്ത്. ഇവിടെ നോക്കിയ സ്റ്റാർട്ടഡ്, ഫ്രൈറ്റൻഡ്, സ്കേർഡ്, റീഅഷ്യൂർഡ്. റീഅഷ്യൂർഡ് മാത്രമാണ് ആ പോസിറ്റീവ് ആയിട്ടുള്ള, ഞാൻ നിന്റെ കടം അടച്ചോളാം എന്ന് പറയുന്നത് റീഅഷ്യൂറിംഗ് ആണ്. അത് അവിടെ പറഞ്ഞ അവിടെ ബാക്കി നിന്നെ ഞാൻ നിന്റെ കടം അടച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ പേടിപ്പിച്ചു. കടം അടച്ചോളാം എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കാൻ പറ്റും. സ്റ്റാർട്ടഡ്, ഫ്രൈറ്റൻഡ്, സ്കേർഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നു പോകുന്നത്. കണ്ടോ, ഇതില് ഒരു ഇംഗ്ലീഷ് എക്സ്പേർട്ട് ഒന്നും വേണ്ട. ഒരു ഇംഗ്ലീഷ് ഇപ്പം ഈ ക്ലാസ്സിൽ നിങ്ങളുടെ ഉണ്ണികൃഷ്ണൻ സാറാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് സാർ. അപ്പൊ സാറിന്റെ ആവശ്യം പോലും വരാത്തൊരു, അതുകൊണ്ടാണ് ഞാൻ ശരിക്കും ഇത് ആൻസർക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടേ ഉള്ളൂ. എനിക്ക് വരെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സാർ എന്നെ പറഞ്ഞത്, സാർ എന്നെ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ സാറാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് സാർ. പക്ഷെ പുള്ളി അത്രയ്ക്ക് വലിയൊരു എക്സ്പേർട്ടിന്റെ ആവശ്യം പോലും ഇല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ടർ ഈസ് ഡാഷ് ബൈ കെമിക്കൽ ആൻഡ് അതർ വേസ്റ്റ് ഫ്രം ഇൻഡസ്ട്രി. വാട്ടർ ഈസ്, വാട്ടറിന് എന്താണ്? കെമിക്കൽസ് ഇതും വരുമ്പോൾ പൊല്യൂട്ട് ചെയ്യുന്ന, ചീത്തയാക്കും. അപ്പോൾ നോക്കുക, റിഫൈൻഡ് നന്നാക്കോ? ഇല്ല. ഫിൽറ്റേർഡ് ആക്കോ? പ്യൂരിഫൈഡ് അല്ല, പൊല്യൂട്ട് ആണ് അത് ചെയ്യുക. അത്രേ ഉള്ളൂ അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഷീ ഈസ് എ ഡോക്ടർ ആൻഡ് ഷീ വർക്ക്സ്. അടുത്തത് നമുക്ക് പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യാനാണ്. പ്രിപ്പോസിഷൻ യൂസ് ചെയ്യൽ ഇതൊന്നും ആലോചിച്ച് നോക്കിയേ. ഇതും ചില സാധനം പറ്റിക്കാൻ സംഭവിക്കാറുണ്ട്. ഇവിടെ പറ്റിക്കലേ ഇല്ല. ഷീ ഈസ് എ ഡോക്ടർ ആൻഡ് ഷീ വർക്ക്സ്, അതായത് 4 night, രാത്രിക്ക് വേണ്ടിയാണോ പണിയെടുക്കുന്നത്? 2 night, രാത്രി വരയിലേക്കുമാണോ പണിയെടുക്കുന്നത്? രാത്രിയുടെ കൂടെ വിത്ത് നൈറ്റ് ആണോ പണിയെടുക്കുന്നത്? അല്ല, ഷീ വർക്ക്സ് അറ്റ് നൈറ്റ്, ആ സമയത്താണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ചില നിങ്ങളെ പറ്റിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതിലില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ സാറ് പറഞ്ഞത് അതാണ്, ഒന്നുമില്ല പറ്റിക്കാൻ. ആർക്കും നോക്കിയിട്ട് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നേ ഉള്ളൂ. ഹി ഈസ് ഫോണ്ട്, എന്താണ്? ഫോണ്ട് ഇൻ, അമ്മയുടെ അടുത്ത് ഫോണ്ട് ആയിട്ടിരിക്കുകയാണോ? ഫോൺ ഫോർ, അമ്മയോട് ഫോണ്ട് ആയിട്ടിരിക്കുകയാണോ? അമ്മയുടെ സൈഡിൽ ഇരിക്കുകയാണോ? അല്ല, ഫോണ്ട് ഓഫ്, അമ്മയോട് ഫോണ്ടാണ്. ഫോണ്ട് ഓഫ് എന്നാണ്. ഫോണ്ട് വരുമ്പോൾ അതിന്റെ കൂടെ എപ്പോഴും ഓഫ് ആണ് വരുന്നത്. ഓക്കെ, അമ്മയോട് സ്നേഹമുണ്ട് എന്ന് പറയുന്നതാണ്. ഹി ഈസ് ഫോണ്ട് ഓഫ് ഹിസ് മദർ. അടുത്തത്, ദ സ്വീറ്റ് ഈസ് പ്രിപ്പയർഡ്. സ്വീറ്റ് ഈസ് പ്രിപ്പയർഡ് എന്താണ്? വിത്ത് ഹിസ് നെയ്ബർ, ഞാൻ അയാളുടെ കൂടെ ഇരുന്ന് ഉണ്ടാക്കി. ടു ഹിസ് നെയ്ബർ, ബൈ, അതാണ് അയാൾ ഉണ്ടാക്കി തന്നു. ഓക്കെ, അതാണ് കറക്റ്റ് ആയിട്ട് വരുന്നു. ഓഫ് നെയ്ബർ, സ്വീറ്റ് ഈസ് പ്രിപ്പയർഡ് ഓഫ് നെയ്ബർ, അയാളെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അതൊന്നും കറക്റ്റ് ആവുന്നില്ല. ഇതാണ് ദ സ്വീറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ, അദ്ദേഹമാണ് അത് ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. ഓക്കെ, വിത്ത്, ഞാൻ അയാളുടെ കൂടെ പോയി ഉണ്ടാക്കിയതാണെന്നുള്ള മീനിങ് ആ സെന്റൻസിൽ വരുമോ? ഇല്ല. അത്ര ഭയങ്കര ഈസി ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള ഇംഗ്ലീഷിന്റെ ഏരിയ ആണ് ഇതിലൂടെ ഒക്കെ കടന്നു പോകുന്നത്. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് ഈ ഈസി മേഖല കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ഒരു ഇന്റർഗേറ്റീവ് സെന്റൻസ്. ഓക്കെ, അതായത് ഇവിടെ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്, അതിന്റെ ഇന്റർഗേറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് കാണുമ്പോൾ ചിലർ കൺഫ്യൂസ്ഡ് ആവും. കൺഫ്യൂസ് ആകേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താണ് ഇന്റർഗേറ്റീവ് സെന്റൻസ് കൊണ്ട് ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. ഈ പറയും ഹി പ്ലേസ് ചെസ്, അവൻ ചെസ് കളിക്കും. എന്റെ ക്വസ്റ്റ്യൻ എന്താണ്? അവൻ ചെസ് കളിക്കുമോ? എന്താണ് അത്? വേണ്ട, ഗ്രാമർ ഒന്നും നമ്മളവിടെ ഡിസൈൻ, തേർഡ് പേഴ്സൺ സിംഗുലർ ക്വസ്റ്റ്യൻ ഒന്നും വേണ്ട, ഒന്നും ആലോചിക്കുന്നില്ല. എന്റെ ചോദ്യം എന്താ? ഡസ് ഹി പ്ലേ ചെസ്, അവൻ ചെസ് കളിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ സംഭവം എന്ന് പറയുന്നത്. സിംഗുലർ അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ സിംഗുലർ ക്വസ്റ്റ്യനെ വേണമെന്നോ, അല്ലെങ്കിൽ എന്താണ് വെർബ് ഇത് എന്താണ് ബേസ് ഫോമിലാണ് വെർബ് ഇരിക്കുന്നത്, ഇതൊന്നും വേണ്ട. ചുമ്മാ ഒന്ന് ആലോചിക്കുക ഇതിന്റെ ചോദ്യം എന്താണ്, അത്രേ ഉള്ളൂ. ഇവിടെ ഹി കുഡ് കൗണ്ട് ദ നമ്പർ ഓഫ് പേഴ്സൺ ഇൻ ദ ക്രൗഡ്.
ഓക്കെ, എന്താണ് ആ ക്രൗഡിലുള്ള നമ്പർ ഓഫ് ആൾക്കാരെ അവനെ കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അവനെ ഇവിടെ ഉള്ള അത്ര ആൾക്കാരെ എണ്ണാൻ പറ്റുമോ, അതാണ് അവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ അവിടെ കുഡ് കിടപ്പുണ്ട്. അപ്പൊ കുഡ് വെച്ച് എന്റെ ക്വസ്റ്റ്യൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. കുഡ് ഹി കൗണ്ട് ദ നമ്പർ ഓഫ് പേഴ്സൺ ഇൻ ദ ക്രൗഡ്, അത് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ? കുഡ് ഹി ആണ് അവിടുത്തെ ചോദ്യം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിന് വലിയ ഗ്രാമർ ഞാൻ പറഞ്ഞ വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നിങ്ങളുടെ ഇംഗ്ലീഷ് സാർ തന്നെ പറയുന്നു ആർക്കും എഴുതാവുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിച്ചു പോയിട്ടുള്ളൂ. ഇനി 23ാമത്തെ ചോദ്യം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എറർ കണ്ടെത്തുക എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റേറ്റ് സെന്റൻസ് എവിടെ എറർ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക, ഇല്ലെങ്കിൽ നോ എറർ കൊടുക്കുക. ഇത് ഗ്രാമർ ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. എ കമ്മിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1967 ആൻഡ് ഡിസോൾഡ് ഇൻ 1985 ആസ് എ മെഷർ പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് ആസ് എ മെഷർ ഓഫ് എക്കണോമി, അല്ലെങ്കിൽ മെഷേഴ്സ് അവിടെ വരുന്നില്ല. താഴെ കൊടുക്കണം എ വന്നു, പിന്നെ മെഷേഴ്സ് പറയുമോ? ഇല്ല, മെഷർ എന്നേ വരുള്ളൂ. അവിടെ പോട്ടെ, താഴോട്ടെ. പിന്നെ അടുത്ത് വന്നപ്പോഴത്തേക്ക് എന്താണ് ദ സെൻട്രൽ ബോർഡ് ഓഫ് കസ്റ്റംസ് ഡീൽസ് പറയുമ്പോൾ തന്നെ വരുന്നുണ്ട്, ഡീൽസ് വേണം വരാനായിട്ട്. കസ്റ്റംസ്, സെൻട്രൽ ബോർഡ് ഓഫ് കസ്റ്റംസ് എന്താണത്? സിംഗുലർ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ എന്ത് വരണം? ഡീൽസ് വരണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക. അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇനി 25ലാണ് ചെറിയൊരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ചോദിക്കാനുള്ളത്. ഓക്കെ, 24 ഓക്കെയാണ്, വളരെ ഡയറക്റ്റ് ആയിട്ടാണ്. സെൻട്രൽ ബോർഡ് ഓഫ് കസ്റ്റംസ് സിംഗുലർ ആണ്, അപ്പൊ ഇവിടെ ഡീൽസ് വരണം, വെർബ് ഡീൽസ് ആയിട്ടാണ് വരേണ്ടത്. ഓക്കെയാണ്. 25 എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്. കോമൺ ആയിട്ട് ഇപ്പോൾ ഒരു നമുക്ക് ആർക്ക് എടുത്തു കഴിഞ്ഞാലും സ്വാഭാവികമായിട്ട് ആ ഒരു സംഭവം വരും. ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഓഫേഴ്സ് എ റിസർച്ച് പ്രോഗ്രാം എന്നല്ലേ വരേണ്ടത് എന്നുള്ളത്, അല്ലെങ്കിൽ ഓഫേഴ്സ് റിസർച്ച് പ്രോഗ്രാംസ് എന്നല്ലേ വരേണ്ടത്. ചുമ്മാ ഈ പ്രോഗ്രാം നടന്നു കഴിഞ്ഞാൽ അത് തെറ്റല്ലേ എന്നുള്ളതാണ് കോമൺ ആയിട്ടുള്ള ഡൗട്ട്. ഇത് ഒരുപാട് പേര് ചലഞ്ച് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളും ഇത് ചലഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എന്ന് പറയുന്നത്, ഓക്കെ, ഇത് നമ്മൾ വെച്ചാൽ നമുക്ക് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ചലഞ്ച് ചെയ്യാം. ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ അവരുടെ അടുത്ത് കളഞ്ഞോളും. അപ്പൊ ഇത് മുന്നേ ശരി ഉത്തരമായിട്ടുള്ള ഒരു ഓപ്ഷൻ കഴിഞ്ഞ കൊല്ലം തന്നിട്ട് അതുവരെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് ചലഞ്ച് ചെയ്തപ്പോൾ. അപ്പൊ അതൊക്കെ എന്ത് വേണമെങ്കിലും സംഭവിക്കും. പക്ഷെ ഇതിൽ ശരി എന്ന് പറയുന്നത്, എക്സ്പെർട്ട് ഒപ്പീനിയൻ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ പ്രോഗ്രാംസ് വന്നില്ലേലും, അതായത് ഓഫേഴ്സ് റിസർച്ച് പ്രോഗ്രാംസ് എന്നില്ലാണ്, ഓഫർ റിസർച്ച് പ്രോഗ്രാം ഇൻ ഫിസിക്സ് എന്ന് പറഞ്ഞാലും തെറ്റ് ഇല്ല എന്നുള്ളതാണ്. അത് ആ സെന്റൻസിന്റെ സ്ട്രക്ചറിനെ ഇവിടെ ചോദിക്കുന്ന ബേസിക്കലി ഇത്രയോ, അത് ആ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറിനെ അത് ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ സബ്ജക്ട് സിംഗുലർ ആണ്, അതുപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള എന്താണ് വെർബ് സിംഗുലർ ആണ്. പക്ഷെ ഒബ്ജക്റ്റ് സിംഗുലർ ആവണം എന്നൊരു നിർബന്ധവുമില്ല. അത് സിംഗുലർ ആവാം പ്ലൂറൽ ആവാം, അതൊരു പ്രശ്നമില്ല. ആ സെന്റൻസിനെ അത് ബാധിക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യമാണ് ഉള്ളത്. ഇവിടെ ആ സെന്റൻസ് ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല. നോ എറർ എന്നുള്ള ആ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ്. കാരണം PSCക്കൊക്കെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പറയുമ്പോൾ നമ്മളെന്താണ് നോർമൽ പാർലൻസിൽ പറയുമ്പോൾ ഇവിടെ പ്രോഗ്രാംസ് വേണം, പക്ഷെ അങ്ങനെ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുക. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇട്ടാണ് PSCക്കൊക്കെ മാർക്ക് നമ്മൾ പറയുമ്പോഴത്തേക്ക്. പക്ഷെ പ്രോഗ്രാംസ് അല്ലാണ്ട് പറയാൻ സുഖമില്ല, പക്ഷെ കാര്യമില്ല. അവിടെ എന്താണ് ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്. ഇതാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു രീതിയിൽ ഇട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ, കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പക്ഷെ ചലഞ്ച് ചെയ്യേണ്ടവർക്ക് ചലഞ്ച് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കുട്ടികളും ചലഞ്ച് ചെയ്തിട്ടുണ്ട് 1-2 പേര്, അപ്പൊ അത് അവരവരുടെ ഇഷ്ടമാണ്. പിന്നെ റീഅറേഞ്ച് ഇത് എന്താണ് സെന്റൻസ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. അത് ബേസിക് ആയിട്ടുള്ള മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ഈ QRSP എന്ന് പറയുന്ന ഈ ഓർഡറിൽ അങ്ങോട്ട് വായിക്കുക. സെന്റൻസ് തന്നിരിക്കുന്ന ഓർഡറിൽ വായിക്കുമ്പോൾ ഏറ്റവും മീനിങ് ആയിട്ട് തോന്നിയതാണോ അത് എഴുതുക എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ ഇത് ഓപ്ഷൻ വായിച്ചു പോയാൽ മതി. ബി വായിക്കുമ്പോൾ എന്താണ്? QRSP ദ പോലീസ് ഫോഴ്സ് ഈസ് എ വൈറ്റൽ ഫോഴ്സ്. QRS ആണല്ലോ, വൈറ്റൽ ഫോഴ്സ് ഇൻ മെയിൻറ്റെയിനിങ് ലോ ആൻഡ് ഓർഡർ. QRPS എന്നുള്ളതാണ് കറക്റ്റായിട്ട് വരുന്നത്. QRPS എന്നുള്ളത് വളരെ കറക്റ്റായിട്ടുള്ള ആൻസർ ആണ്. വേറെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് അറേഞ്ച് ആവില്ല, ഇത് പ്രോപ്പറാണ്. അടുത്ത വന്ന് നോക്കുമ്പോഴത്തേക്ക് പിന്നെ ഇതിന് ഒരുപാട് വഴികളുണ്ട്. ആദ്യമേ Q കൂടുതലുള്ള ഓപ്ഷൻസ് നോക്കുക. അപ്പൊ Q ആദ്യമത്തെ വാക്കായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ അതിന്റെ കൂടെ അടുത്ത R അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നോക്കി. ഇപ്പം ഈ S എന്ന് പറയുന്ന സംഭവം ലോ ആൻഡ് ഓർഡർ, അപ്പൊ അത് പിന്നെ കുറെ മെത്തേഡ്സ് ഉണ്ട്. നിങ്ങൾ എക്സാം കുറെ അറ്റൻഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നമുക്ക് ഓരോന്നോരോന്ന് ഒഴിവാക്കി കളയാൻ പറ്റുന്ന മെത്തേഡ്സ്, അല്ലെങ്കിൽ ഓർഡറിൽ അത് വായിച്ചാൽ മതി, പരിപാടി അങ്ങ് തീരും എന്നുള്ളതുമാണ്. അപ്പൊ ഇത് ഒന്ന് എടുത്ത് നോക്കുക. അതാണ് മിക്കപ്പോഴും ഈ ദ വന്നു കഴിഞ്ഞാൽ, ഈ ദ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അതാണ് സ്റ്റാർട്ടിങ് സെന്റൻസ് എന്നുള്ള ഒരു രീതിയിലും നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. ഓരോരുത്തർക്കും ഓരോ അപ്രോച്ചാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്. ദ ഗവൺമെന്റ് ഓഫ് കേരള, അവിടെ Q ആണ് ഒരുപാട് ഓപ്ഷൻ ഉള്ളത്, അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ദ അടക്കുന്നതുകൊണ്ടും ദ ഗവൺമെന്റ് ഓഫ് കേരള ഹാസ്. അടുത്ത നോക്കാം, ഏതാണ്? ഇപ്പൊ നമുക്ക് D ഓപ്ഷൻ തന്നെ നോക്കാം, എറർ ഉണ്ടോ എന്ന് അറിഞ്ഞാൽ മതിയല്ലോ. അപ്പൊ ദ ഗവൺമെന്റ് ഓഫ് കേരള ഹാസ്
അത് പി ടേക്കൺ മേജർ ഇനീഷ്യേറ്റീവ്സ്. അടുത്തത് ക്യൂ പി എസ് ടു ആക്സിലേറ്റ് ദ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഇ ഗവേണൻസ്. കറക്റ്റ് ആണ്. ക്യൂ പി എസ് ആർ എന്നുള്ളതാണ് വളരെ കറക്റ്റ് ആയിട്ടുള്ള സംഭവം. ഈ ചോദ്യം 28th ക്വസ്റ്റ്യൻ നമ്മളത് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ ഓക്കെ ഇതാണ് വാക്ക് നീട്ടി. പക്ഷെ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാകുമ്പോൾ ഒരു എറർ സംഭവിച്ചിട്ടുണ്ട്. എന്താണ് ദ ക്യാപിറ്റൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ആദ്യത്തെ നമുക്ക് മനസ്സിലാക്കാം. 6 വർഷം വന്നിട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചെറുതായി പിടിക്കാം. പിന്നെ ചെക്ക് ചെയ്ത് നോക്കാം. ദ സ്റ്റേറ്റ് നീഡ്സ് ടു അഡ്രസ് ഓക്കെ ദ പ്രോബ്ലം ഓഫ് ലോസസ് ഇൻ ദ പവർ സെക്ടർ ക്യൂ ഇൻ എ ടൈം ബൗണ്ട് മാനർ. വളരെ മീനിങ്ഫുൾ ആയിട്ടുള്ള സെന്റൻസ് ആയി മാറിയല്ലേ. അപ്പൊ അത് ഓക്കെ ആണ്. പിന്നെ ചിലർക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. ബാക്കിയുള്ളതും കൂടെ വായിച്ച് നോക്കിയിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് ആൻസർ ചെയ്ത് പോകാറുള്ളത്. അടുത്ത റീഅറേഞ്ച് ദ പാർട്സ് ഡിഫോം. അത് വീണ്ടും സിമിലർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് എന്താണ് ഇവിടെ നമുക്ക് ആൻസർ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കാം. ദ കൾച്ചറൽ ഈവന്റ് ഓക്കെ വാസ് ഹെൽഡ് ബൈ സ്കൂൾ സ്റ്റുഡൻസ് അറ്റ് ദ മീറ്റ് എന്നുള്ളതാണ് വളരെ ഓക്കെ ആയിട്ടുള്ള സംഭവമാണ്. എന്താണ് എ കൾച്ചറൽ ഇവന്റ് വാസ് ഹെൽഡ് ബൈ സ്കൂൾ സ്റ്റുഡൻസ് അറ്റ് ദ മീറ്റ്. അതും ഓക്കെ ആയിട്ടുള്ള സെന്റൻസ് ആണ്. നമ്മൾ ബാക്കി സെന്റൻസ് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാകും. ഓക്കെ ഇത് സിമ്പിൾ ആണ്. നമ്മൾ എപ്പോഴും ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഓർഡറിൽ വായിച്ചു നോക്കുക. അല്ലെങ്കിൽ ഇതൊന്ന് വായിച്ചു നോക്കുമ്പോൾ ഇവിടെ എന്താണ് മീനിങ് വരുന്നത്, അത് മീനിങ് ഫുൾ. ചിലർക്ക് അങ്ങനെ തന്നെ നോക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും. ആ രീതിയിലൊക്കെ ആൻസർ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. അപ്പൊ അടുത്തായിട്ട് വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ പാസേജ് റീഡ് ചെയ്ത് അതിന്റെ ആൻസേഴ്സ് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ഈ പാസേജ് ഞാൻ വായിക്കുന്നില്ല. അപ്പൊ നിങ്ങളത് വായിച്ചു പോയാൽ മതി നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്ത്. അപ്പോൾ ഇതിന്റെ അകത്ത് ചോദ്യങ്ങൾ ഇപ്പൊ അഗ്ലോമറേഷൻ അഗ്ലോമറേഷനെ പറ്റിയിട്ടാണ് ഇതിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ അഗ്ലോമറേഷൻ തന്നെ നമ്മളത് മനസ്സിലാക്കുക. എന്താണ് കളക്ഷൻ അല്ലെങ്കിൽ മാസ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് തിങ്സ് എന്നുള്ളതാണ്. ഇവിടെ കളക്ഷൻ ഓഫ് എക്കണോമിക്സിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ടോട്ടൽ പാസേജിലെ മീനിങ് വരുമ്പോഴത്തേക്ക്. അപ്പൊ അതിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ പാസേജ് ഇസ് പ്രൈമർലി ഫോക്കസ്ഡ് ഓൺ എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? അഗ്ലോമറേഷൻ ഓഫ് എക്കണോമിക്സ്. തുടക്കത്തിൽ തന്നെ ഉണ്ട്. പിന്നെ ഒന്ന് വായിച്ചാൽ പാസേജ് അറൗണ്ട് വായിക്കുന്നത് നമുക്ക് മനസ്സിലാവും. പിന്നെ 31ാമത്തെ ചോദ്യം അഗ്ലോമറേഷൻ ഓഫ് എക്കണോമിക്സ് മീൻസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് ലോട്ട് ഓഫ് ഡിഫറെന്റ് എക്കണോമിക്സ് ഗ്യാദർ ടുഗദർ അല്ലെങ്കിൽ കളക്ഷൻ. അതിനെയാണ് അഗ്ലോമറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത 3ാമത്തെ ചോദ്യം അഗ്ലോമറേഷൻ എക്കണോമിക്സ് ഡിഫർ ഡ്യൂ ടു എന്തിനാണ് അത് ഡിഫർ ചെയ്യുന്നത്? ആദ്യത്തെ സെന്റൻസ് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. അഗ്ലോമറേഷൻ എക്കണോമിക്സ് ഡിഫർ ബിറ്റ്വീൻ ഹാബിറ്റേറ്റ്സ് ഓഫ് ഡിഫറെന്റ് സൈസസ് ഓക്കെ സൈസ് ഓഫ് പോപ്പുലേഷൻ എന്നുള്ളതാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. വീണ്ടും താഴോട്ട് വരുമ്പോഴത്തേക്ക് വിച്ച് റീജിയൻ ഓഫേഴ്സ് ബെനിഫിറ്റ് ഓഫ് ലോക്കലൈസേഷൻ അർബനൈസേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ്. അത് ഇവിടെ ഉണ്ട്. മെട്രോപൊളിറ്റൻ സിറ്റി റീജിയൻ ഓഫേഴ്സ് ദ ബെനിഫിറ്റ് ഓഫ് ലോക്കലൈസേഷൻ അർബനൈസേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ് എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതാണ് ഓപ്ഷൻ മെട്രോപൊളിറ്റൻ സിറ്റി എന്നുള്ളത്. ഇങ്ങനെ വളരെ ഡയറക്റ്റ് ആയിട്ട് വായിച്ച് എഴുതി പോകാൻ പറ്റുന്ന കാര്യങ്ങളെയാണ്. കോംപ്രിഹെൻസീവ് കപ്പാസിറ്റി അങ്ങനെ ഭയങ്കരമായിട്ട് ടെസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. ഹൂ ഡസ് തിങ്സ് ഫോർ പ്ലഷർ ആൻഡ് നോട്ട് ഫോർ മണി? അമേച്ചർ. അറിയാലേ അമേച്ചർ ഗെയിംസ് അമേച്ചർ പ്രൊഫഷണൽ ആ രീതിയിൽ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അമേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ഓക്കെ അപ്പൊ അമേച്ചർ ആണ്. ഡ്രാമാർട്ടിസ്റ്റ് ആക്ടർ പ്ലെയർ ഇതൊന്നും അല്ല. അടുത്ത ഹാപ്പനിങ് എവരി സെക്കൻഡ് ഇയർ എല്ലാ 2 വർഷം കൂടുമ്പോഴും നടക്കുന്നത് അതിനെ ബൈനിയൽ. ഒരു വർഷം 2 തവണ നടക്കുന്നത്, വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നത്, 2 ആഴ്ച കൂടുമ്പോൾ നടക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ബൈനിയലാണ് നമുക്ക് വേണ്ടുന്ന ഉത്തരം എന്ന് പറയുന്നത്. നമ്മൾ ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്ഷൻസ് ആണ് കേട്ടോ. ദ വേർഡ് ഇൻസ്ക്രൈബ്ഡ് ഓൺ ദ ടോംബ് ഓഫ് ദ ഡെത്ത് എപ്പിറ്റ എന്നുള്ളതാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ആകെ വന്നു പോയിട്ടുള്ളത്. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. വേണമെങ്കിൽ ഫുള്ള് സ്കോർ ചെയ്ത ആൾ ഇംഗ്ലീഷിന് ഫുള്ള് സ്കോർ ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടാവുന്നതാണ് ഞാൻ ഗസ് ചെയ്യുന്നത്. ഈ കൊല്ലം ഫുള്ള് സ്കോർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു 3 തെറ്റൊക്കെ മാക്സ് 1 2 അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാണ്ട് വിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ 3 തെറ്റ് ഒക്കെ വന്നിട്ടുണ്ടാവും. പക്ഷെ ആരും ഫുൾ അറ്റൻഡ് ചെയ്യാണ്ടിരുന്നിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒന്നും ഇല്ല. അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് വെറുതെ പാനിക് ആയതാണ്. ഇംഗ്ലീഷ് ഓക്കെ അല്ലാന്ന് വിചാരിച്ചിട്ട് പാനിക് ആയ ആളുകളെ ഉണ്ടാവുള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഇതിലെ എറേഴ്സ് ഒന്നും ഞാൻ പറഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ എറർ നമുക്ക് 24 ആണ് അല്ലെ 24 25 എറർ ഉള്ളതായിട്ട് ഒരുപാട് പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ എറർ ഇല്ല. പിന്നെ ചലഞ്ച് ചെയ്യാം, കാരണം അത് അത്രയും ഡൗട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് ചലഞ്ച് ചെയ്യും. ഓക്കെ, താങ്ക് യു. ഇന്ന് നമുക്ക് ജനറൽ നോളജിലുള്ള ഈ വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷങ്ങൾ വ്യത്യസ്തമായിട്ട് വളരെ എളുപ്പമുള്ള ഒരുപാട് ചോദ്യങ്ങളായിരുന്നു ഈ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മളൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരുപാട് മേഖലകളിൽ നിന്ന് ചോദിക്കാതെ വളരെ കുറച്ച് മേഖലകളിൽ നിന്ന് മാത്രം കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള എന്ന ഒരു രീതിയാണ് ഈ വർഷം കണ്ടിട്ടുള്ളത്.
അപ്പൊ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. എങ്ങനെയാണ് അതിന്റെ ചോദ്യങ്ങൾ വരുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് നോക്കിപ്പോവാം. അപ്പൊ നമുക്ക് 37ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം GK നമുക്ക് തുടങ്ങുന്നതാണ് 37 മുതലാണ്. ഹു ഇസ് ദ ഫസ്റ്റ് സ്പോർട്സ് പേഴ്സൺ ഹു ഹാസ് റിസീവ്ഡ് ഭാരതരത്ന? ഭാരതരത്ന കിട്ടിയിട്ടുള്ള ആദ്യത്തെ കായിക താരം ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം, സച്ചിൻ തെണ്ടുൽക്കറാണ്. 2014 സച്ചിൻ തെണ്ടുൽക്കർക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? ഭാരതരത്ന കിട്ടിയിട്ടുള്ളത്. ഭാരതരത്ന എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ 1954 തുടങ്ങിയിട്ടുള്ള ഒരു അവാർഡാണ്. അത് ഏതെങ്കിലും ഒരു മനുഷ്യ പ്രയത്നത്തിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആളുകൾക്കാണ് ഭാരതരത്ന നൽകി പോരുന്നത്. 1954 തുടങ്ങിയെന്ന് പറഞ്ഞു. ആദ്യമായിട്ട് ഭാരതരത്ന കിട്ടിയിട്ടുള്ള 3 പേർക്കാണ്. 3 പേരുടെ പേര് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റും അതുപോലെ രണ്ടാമത്തെ പ്രസിഡന്റുമായിട്ടുള്ള ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ. രണ്ടാമത് നമ്മുടെ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരിലൊരായിട്ടുള്ള സർ CV രാമനാണ്, ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ. അദ്ദേഹത്തിനാണ് പിന്നീട് കിട്ടിയിട്ടുള്ളത്. അതുപോലെ C രാജഗോപാലാചാരി. ഈ 3 പേർക്കുമാണ് ആദ്യത്തെ ഭാരതരത്ന 1954 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് ഓർത്ത് വയ്ക്കുക. അതുപോലെ 2014 സച്ചിൻ തെണ്ടുൽക്കർക്ക് ഭാരതരത്ന കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഓർത്തു വയ്ക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചോദ്യമായിട്ട് വളരെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കാനായിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം ഒരുപാട് തവണ ഒരുപാട് മത്സര പരീക്ഷകൾക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഫസ്റ്റ് ഇന്ത്യൻ പൈലറ്റ് ആരാണെന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായിട്ട് പൈലറ്റ് ആയിട്ടുള്ള ആൾ ആരാണ്? JRD ടാറ്റ ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ ബേസിക് ആയിട്ടുള്ള 2 ചോദ്യങ്ങളാണ് ആദ്യം തന്നെ നമ്മൾ നോക്കിയിട്ടുള്ളത്. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. 39ാമത്തെ ചോദ്യം. ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, UAE എന്ന് നമ്മൾ ചുരുക്കി പറയാറുണ്ട്. UAE-യുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്. അറബിക്കാണ് UAE-യുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യ പോലെയല്ല, അവിടെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ഉണ്ട്, ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള റിലീജിയനും ഉണ്ട്. അപ്പൊ അത് ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അറബിക്കാണ്, ഒഫീഷ്യൽ റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മൾ 5 ഇയറിന്റെ ഏകദേശം UAE ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലെ, UAE-യിൽ എത്ര എമിറേറ്റ്സ് ഉണ്ടായിരുന്നു എന്നായിരുന്നു ചോദ്യം. അപ്പൊ അത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അല്ലെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്ന 40ാമത്തെ ചോദ്യമാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഡോക്ടർ MS സ്വാമിനാഥൻ? നമുക്ക് ഒരുപാട് തവണ പ്രീവിയസ് ആയിട്ട് വളരെ റിപ്പീറ്റഡ് ആയിട്ട് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് ഡോക്ടർ MS സ്വാമിനാഥൻ എന്ന് പറയും. അപ്പൊ അദ്ദേഹം ഏത് ഫീൽഡായിട്ടാണ്? നമുക്ക് എല്ലാവർക്കും ഏതാണ് ഫീൽഡ്? ഗ്രീൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, നമ്മുടെ ഹരിതവിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം ഏറ്റവും പ്രശസ്തനായിട്ടുള്ളത് നമുക്കറിയാം. അപ്പൊ അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇന്ത്യയിലെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉൽപാദനം അല്ലെങ്കിൽ പ്രധാനമായിട്ട് ഗോതമ്പ്, അരി തുടങ്ങിയിട്ടുള്ള ഭക്ഷ്യോൽപാദനം കൂട്ടുന്ന ഒരു റവല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്ടിന്റെ പേരാണ് ഗ്രീൻ റവല്യൂഷൻ നമുക്കറിയാം. അപ്പോൾ വൈറ്റ് റവല്യൂഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ പാലുൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റവല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റാണ്. പാലുൽപാദനം ഇന്ത്യയിൽ ഏറ്റവും കൂട്ടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ തുടങ്ങിയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റാണ് വൈറ്റ് റവല്യൂഷൻ. അതുപോലെ റെഡ് റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ്. ഒന്ന് ടൊമാറ്റോ, നമ്മുടെ തക്കാളിയുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ മീറ്റ്, നമ്മുടെ മാംസ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2 പ്രൊജക്ടുകളാണ് റെഡ് റവല്യൂഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ ഗ്രേ റവല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഫെർട്ടിലൈസർ, നമുക്ക് കൃഷിക്കോ കാര്യങ്ങൾക്കോ ആയിട്ട് ആവശ്യമുള്ള ഫെർട്ടിലൈസറിന്റെ പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് കൂട്ടുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ഗ്രേ റവല്യൂഷൻ ആയിട്ട് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പൊ 3 ഓർത്ത് വയ്ക്കുക. അപ്പൊ നിങ്ങൾ അടുത്ത വർഷത്തെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഏകദേശം ഈ ഒരു ഫീൽഡിൽ നിന്ന് തന്നെ ആയിരിക്കും അടുത്ത വർഷം പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഈ ഒരു 3 റവല്യൂഷന്റെ പേരും കൂടെ ഓർത്ത് വയ്ക്കുക. അതുകൊണ്ട് അടുത്ത വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് യൂണിയൻ ടെറിട്ടറി ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ഒരു UT അല്ലാത്ത അല്ലെങ്കിൽ ഇന്ത്യയുടെ യൂണിയൻ ടെറിട്ടറി അല്ലാത്ത ഒരു പ്രദേശം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ നോക്കാം. ദ ഗവൺമെന്റ് ഓഫ് നാഷണൽ NCT ഓഫ് ഡൽഹി അല്ല, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി, ലഡാക്ക്, പുതുച്ചേരി, മണിപ്പൂർ ഏതാണ്? യൂണിയൻ ടെറിട്ടറി അല്ലാത്തത്. ഇത് യൂണിയൻ ടെറിട്ടറി ആണ്. ലഡാക്ക് യൂണിയൻ ടെറിട്ടറി ആണ്. പുതുച്ചേരി യൂണിയൻ ടെറിട്ടറി ആണ്. മണിപ്പൂർ മാത്രമാണ് ഇതിൽ സ്റ്റേറ്റ് ആയിരിക്കുന്നത് അല്ലെ. അപ്പോൾ മണിപ്പൂർ മാത്രമാണ് യൂണിയൻ ടെറിട്ടറി അല്ലാതെ. അതും വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അടുത്തൊരു ചോദ്യം നോക്കാം. നമുക്ക് ആ ചോദ്യത്തിൽ ചെറിയ പ്രശ്നമുണ്ട്, നമുക്ക് നോക്കാം. ദ റിവർ ഗോദാവരി ഡസ് നോട്ട് ഡ്രെയിൻ ദ സ്റ്റേറ്റ് ഓഫ് എന്നുള്ളതാണ് ചോദ്യം. ഗോദാവരി നദി ഒഴുകാത്ത അല്ലെങ്കിൽ അതിന്റെ ഒരു വൃഷ്ടിപ്രദേശത്തല്ലാത്ത ഒരു സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഗോദാവരി നദി ഒഴുകുന്നത് ഏതൊക്കെ പ്രദേശങ്ങളിലൂടെയാണ് ഗോദാവരി നദി ഒഴുകുന്നത്? 5ഓ 6ഓ സ്റ്റേറ്റിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ്. ഏകദേശം 1500 അടുത്ത് 1400+ കിലോമീറ്റർ ഒഴുകിയിട്ട്
ബേ ഓഫ് ബംഗാളിലാണ് നമ്മുടെ ഗോദാവരി നദി അവസാനിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? മഹാരാഷ്ട്രയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ നമുക്കറിയാം. അപ്പൊ നമുക്ക് ബേ ഓഫ് മഹാരാഷ്ട്രയിൽ തുടങ്ങിയിട്ട് ബേ ഓഫ് ബംഗാൾ എത്തുന്നതിന് മുമ്പായിട്ട് മഹാരാഷ്ട്ര, തെലങ്കാന, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, അതുപോലെ ഒഡീഷ, കർണാടക തുടങ്ങിയിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും പാസ് ചെയ്തിട്ടാണ് ബേ ഓഫ് ബംഗാളിൽ എത്തുന്നത്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ കർണാടക അതിന്റെ വൃഷ്ടിപ്രദേശത്തുള്ളതാണ്, അല്ലെങ്കിൽ ഒഴുകുന്ന സംസ്ഥാനമാണ്. ഛത്തീസ്ഗഡ് ഒഴുകുന്ന സംസ്ഥാനമാണ്. അതുപോലെ തെലങ്കാന ഒഴുകുന്ന പ്രദേശമാണ്. ആന്ധ്രാപ്രദേശ് ഒഴുകുന്ന പ്രസ്ഥാനമാണ്. അപ്പൊ ഇതിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഇവിടെ കറക്റ്റ് ആൻസർ കൊടുത്തിട്ടുള്ളത് എ ആണ്, കർണാടകയാണ്. കർണാടകയിൽ ഏകദേശം ഒരു വളരെ കുറച്ച് സ്ഥലങ്ങളുള്ള പോലും ഗോദാവരി നദി ഒഴുകുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇത് നമുക്കൊരു ചലഞ്ച് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. 42ാമത്തെ ചോദ്യം, ദ റിവർ ഗോദാവരി ഡസ് നോട്ട് ഡ്രെയിൻ ദ സ്റ്റേറ്റ് ഓഫ് കർണാടക എന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് പറയാം. അപ്പൊ അത് ചലഞ്ച് ചെയ്യാവുന്ന കാര്യമാണ്, നമുക്കൊന്ന് ഓർത്ത് വയ്ക്കാം. അടുത്ത നോക്കാം നമുക്ക് 43ാമത്തെ ചോദ്യമാണ്. ദ തെലങ്കാന സ്റ്റേറ്റ് വാസ് ഫോംഡ് ബൈ ബൈഫിരിക്കേഷൻ ഓൺ എന്നുള്ളതാണ് ചോദ്യം. അതായത് നമുക്ക് തെലങ്കാന സ്റ്റേറ്റ് രൂപീകൃതമായത് എന്നാണ് ചോദ്യത്തിൽ നിന്ന് വരുന്നത്. അപ്പൊ 43ാമത്തെ ചോദ്യമാണ്, നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഈ ഒരു തെലങ്കാന സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് എന്തായിരുന്നു? ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിരുന്നു. ഈ ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് എന്താണ്? ജൂൺ 2-ാം തീയതി 2014 എന്ത് ചെയ്തത്? 2014 ജൂൺ 2-ാം തീയതിയാണ് ഈ ഒരു സ്റ്റേറ്റ് എന്ത് ചെയ്തത്? 2 സ്റ്റേറ്റുകളായിട്ട് മാറുക. ഒന്ന് തെലങ്കാനയും ഒന്ന് ആന്ധ്രാപ്രദേശുമായിട്ട് മാറിയിട്ടുള്ളത്. അപ്പൊ അത് ഓർത്ത് വയ്ക്കുക. അപ്പൊ ആ ഡേറ്റ് ഓർത്ത് വയ്ക്കുക. ഇതെല്ലാം ജൂൺ 2 ജൂൺ 2 ഏതാണ്? ഇത് വർഷം 2014 എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. 2014 ജൂൺ 2-ാം തീയതിയാണ് തെലങ്കാന സ്റ്റേറ്റ് ഫോം ചെയ്തത്. അതിന് മുമ്പ് ആന്ധ്രാപ്രദേശ് മാത്രമായിരുന്നു എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അതുപോലെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളത് ഏത് ആക്ട് പ്രകാരമാണ് അങ്ങനെ ഒരു ബൈഫിരിക്കേഷൻ നടന്നത് എന്നുള്ള ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 2014 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് ആണ്, പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് ആണ് ഇതിന് കാരണമായിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക ഇതിന്റെ ഭാഗമായിട്ട്. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. 44ാമത്തെ ചോദ്യമാണ്. 44ാമത്തെ ചോദ്യം നമുക്ക് കറണ്ട് അഫയേഴ്സുമായിട്ട് ഉൾപ്പെടുത്തുന്ന പറ്റുന്ന ഒരു ചോദ്യമാണ്. ദ 2024 ഇന്ത്യൻ ജനറൽ ഇലക്ഷൻ വാസ് ഹെൽഡ് ഇൻ കേരള ടു എലക്ട്. കേരളത്തിൽ നടന്നിട്ടുള്ള 2024 ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പ് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. എന്താണ്? നമുക്കറിയാം കേരളത്തിൽ, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ചോദ്യം അല്ലെങ്കിൽ മറ്റൊരു അർത്ഥം ഇതിന് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? കേരളത്തിൽ എത്ര ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ എത്ര ലോക്സഭാ സീറ്റുകൾ ഉണ്ട് എന്ന് ഒരു ചോദ്യം ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അത് ഓർത്ത് വയ്ക്കുക. 2024 ഇന്ത്യൻ ജനറൽ ഇലക്ഷൻ വാസ് ഹെൽഡ് ഇൻ കേരള ടു എലക്ട്. കേരളത്തിലെ പൊതു തെരഞ്ഞെടുപ്പ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു 2024 എന്നാണ് ചോദ്യം. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കേരളത്തിലെ ലോക്സഭാ സ്ഥാനാർത്ഥികളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എത്ര ലോക്സഭാ മെമ്പേഴ്സ് ഉണ്ട് കേരളത്തിൽ? 20 ലോക്സഭാ മെമ്പേഴ്സ് ഉണ്ട് കേരളത്തിൽ. അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അപ്പൊ ബാക്കിയെല്ലാം ലോക്സഭാ മെമ്പേഴ്സ് ഫ്രം ദ സ്റ്റേറ്റ് ആണ് എല്ലാ ഓപ്ഷൻസും വരുന്നത്. അത് സ്റ്റേറ്റിന്റെ മെമ്പേഴ്സിന്റെ എണ്ണത്തിൽ മാത്രമേ നമുക്കൊരു വ്യത്യാസമുള്ളൂ. അപ്പൊ ഇത് നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടെയാണ്. നമുക്ക് രാജ്യസഭാ അംഗങ്ങൾ എത്ര ഉണ്ട് കേരളത്തിൽ, അതുപോലുള്ള ഏറ്റവും കൂടുതൽ രാജ്യസഭാ അംഗങ്ങളുള്ള സ്റ്റേറ്റ് ഏതാണ്, അതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം കൂടെ നമുക്ക് കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. അപ്പൊ അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. 45ാമത്തെ ചോദ്യം. ഹു വാസ് ദ ഹോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ഇൻഡോ പാക് വാർ ഓഫ് 1947? അപ്പൊ നമുക്ക് ഈ ഒരു ഇന്ത്യൻ ഹിസ്റ്ററി, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് 3 ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യമാണ്, ഇന്തോ പാകിസ്ഥാൻ വാർ 1947 ആ സമയത്തുണ്ടായിരുന്ന ഹോം മിനിസ്റ്റർ ആരാണ് ഹോം മിനിസ്റ്റർ? ഇന്ത്യയുടെ അയൺ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ് അല്ലെ. ഗുജറാത്തിൽ അദ്ദേഹത്തിന്റെ പ്രതിമയൊക്കെ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അദ്ദേഹം ആയിരുന്നു ഇന്ത്യയുടെ ആ ഒരു സമയത്തുള്ള ഹോം മിനിസ്റ്റർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അത് ഓർത്ത് വയ്ക്കുക. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? പ്രൈം മിനിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആ സമയത്തെ പ്രൈം മിനിസ്റ്റർ എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അടുത്തൊരു ചോദ്യം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്, നമുക്ക് നോക്കാം. ദ ഇൻഡോ പാകിസ്ഥാൻ വാർ വിച്ച് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് കൺട്രി ബംഗ്ലാദേശ് ഒക്കേർഡ് ഇൻ ദ ഇയർ. ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള ഇന്തോ പാക് വാർ അത് ഏത് വർഷമാണ് നടന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് വർഷമാണ്? 1971 ആ ഒരു വാർ നടന്നിട്ടുള്ള ഇന്തോ പാക് വാർ നടന്നിട്ടുള്ള എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തന്നെയാണ് അടുത്തൊരു ചോദ്യം. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിൽ തന്നെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്തോ പാക് വാറിന്റെ ഭാഗമായിട്ട് ഇന്ത്യ പാകിസ്ഥാനും തമ്മിലൊരു സമാധാന കരാർ ഒപ്പുവെക്കുകയും അതിന്റെ ഭാഗമായിട്ടാണ് ഈസ്റ്റേൺ പാകിസ്ഥാൻ എന്നുള്ളൊരു രാജ്യം രൂപീകരണം. ആ രാജ്യമാണ് പിന്നീട് ബംഗ്ലാദേശ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അത് ഓർത്തു വയ്ക്കുക. അപ്പൊ നമുക്ക് അടുത്തൊരു ചോദ്യത്തോടെ ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു കൺസെപ്റ്റ് നോക്കാം നമുക്ക്. ദ ലൈൻ ഓഫ് കൺട്രോൾ, മിലിറ്ററി കൺട്രോൾ ലൈൻ
between Indian and Pakistani controlled parts of former princely state of Jammu and Kashmir was established as per. ലൈൻ ഓഫ് കൺട്രോൾ, അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു മിലിറ്ററി ലൈനാണ് അല്ലെ, ഒരു ബോർഡറാണ് ലൈൻ ഓഫ് കൺട്രോൾ, LOC നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതിന് കാരണമായിട്ടുള്ള അത് ഏത് എഗ്രിമെന്റ് പ്രകാരമാണ് ഈ ഒരു ലൈൻ ഓഫ് കൺട്രോൾ എസ്റ്റാബ്ലിഷ് ആയത് എന്നാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ 1971 നടന്നിട്ടുള്ള ഈ ഒരു വാർ, ഇൻഡോ പാകിസ്ഥാൻ വാർ നടന്നു. അതിന്റെ ഭാഗമായിട്ട് ബംഗ്ലാദേശ് എന്ന സംസ്ഥാന ഒരു രാജ്യം ഉണ്ടായി. അപ്പൊ ഏകദേശം ഈ ഒരു വാർ കഴിഞ്ഞ ഒരു 8 മാസത്തിന് ശേഷം, 1971 വാർ കഴിഞ്ഞു, ആ 8 മാസത്തിന് ശേഷം എന്ത് സംഭവിച്ചു? ഈ പാകിസ്ഥാന്റെ ആ സമയത്തായിരുന്ന പ്രധാനമന്ത്രിയായിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോ, അതുപോലെ ഇന്ത്യയുടെ ആ സമയത്ത് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി തമ്മിൽ ഹിമാചൽ പ്രദേശിലുള്ള ഷിംലയിൽ വെച്ചിട്ടൊരു എഗ്രിമെന്റിൽ ഒപ്പുവെക്കുകയുണ്ടായി. ആ എഗ്രിമെന്റിന്റെ ഭാഗമായിട്ടാണ് ബംഗ്ലാദേശ് അല്ലെങ്കിൽ ഈസ്റ്റേൺ പാകിസ്ഥാനുള്ള രാജ്യം രൂപീകരിതമായത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്ന 2 പ്രധാനമന്ത്രികളുടെ പേര് പറഞ്ഞു, ആ സ്ഥലം പറഞ്ഞു, ഏതാണ്? ഷിംല, നമ്മുടെ ഹിമാചൽ പ്രദേശിലുള്ള ഷിംലയിൽ വെച്ചിട്ടാണ്. അപ്പൊ എഗ്രിമെന്റിന്റെ പേരെന്താണ്? ഷിംല എഗ്രിമെന്റ് എന്നാണ് ആ എഗ്രിമെന്റിന്റെ പേര്. അത് ഓർത്ത് വയ്ക്കുക. ഷിംല എഗ്രിമെന്റ് എന്നൊക്കെ പറയാറുണ്ട്. സിംല എഗ്രിമെന്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അത് ഓർത്ത് വയ്ക്കുക. അപ്പൊ നമ്മൾ ആ ഒരു ഇന്ത്യൻ മോഡേൺ ഹിസ്റ്ററി വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു. അടുത്ത നോക്കാം നമുക്ക്. അടുത്ത വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് വേണമെങ്കിൽ ഈ ചോദ്യത്തിൽ തന്നെ ഉത്തരം ഉണ്ടെന്ന് പറയാം. The Indian economist Amartya Sen was won the Nobel Prize in the year 1998 for his works in. 1998 അമർത്യ സെന്, സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള അമർത്യ സെന് നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ളത് ഏത് ഫീൽഡിലെ വർക്കിനാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം ചോദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ഉത്തരം? എക്കണോമിക് സയൻസസ് ആണ് അല്ലെ, സാമ്പത്തിക ശാസ്ത്രമാണ് ഇതിന്റെ ഉത്തരം എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള അമർത്യ സെന് 1998 നോബൽ സമ്മാനം കിട്ടിയത്. അദ്ദേഹത്തിന് ഏത് വിഷയത്തിലാണ് കിട്ടിയത്? അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശാസ്ത്രം, ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായിട്ടുള്ള അമർത്യ സെന്നാണെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ചോദ്യം ഇത് റിപ്പീറ്റഡ് ആയിട്ട് വളരെ MS സ്വാമിനാഥനൊക്കെ പോലെ തന്നെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അമർത്യ സെന്റെ കാര്യം കൂടെ. അടുത്ത നോക്കാം നമുക്ക്. ഇന്റർനാഷണൽ ഓർഗനൈസേഷനായിട്ടുള്ള WTO ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് 49ാമത്തെ ചോദ്യം. 49ാമത്തെ ചോദ്യം എങ്ങനെയാണ്? ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇസ് ലൊക്കേറ്റഡ് അറ്റ് എന്നാണ് ചോദ്യം. 49ാമത്തെ ചോദ്യമാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇസ് ലൊക്കേറ്റഡ് അറ്റ്. എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ജനീവയിലാണ് WTOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ജനീവ ഏത് രാജ്യത്താണ് ചിലപ്പോൾ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏത് രാജ്യത്താണ്? സ്വിറ്റ്സർലാൻഡിലാണ് ജനീവ ഉള്ളത് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. സ്വിറ്റ്സർലാൻഡ് ആണെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. സ്വിറ്റ്സർലാൻഡ്. അപ്പൊ നമുക്ക് അടുത്തൊരു ചോദ്യം, അടുത്തതും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഓർഗനൈസേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ദ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ICJ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഏത് വർഷമാണ് സ്ഥാപിതമായത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏത് വർഷമാണ്? 1945 അപ്പൊ നമുക്ക് 5 ഇയറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ അതിൽ ഇതുപോലെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. എന്താണ്? ICJയുടെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു? എവിടെയാണ് കോർട്ട് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹേഗിലാണ്. ഹേഗ് ഏത് രാജ്യത്താണ്? നെതർലാൻഡ്സിലാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കാം. നെതർലാൻഡ്സിലാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കാം. അപ്പൊ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് 1945 രൂപീകൃതമായത് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കാം. അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. യുനെസ്കോ സ്റ്റാൻഡ്സ് ഫോർ. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്നുള്ള 3ാമത്തെ ചോദ്യമാണ്. യുനെസ്കോ സ്റ്റാൻഡ്സ് ഫോർ. യുനെസ്കോയുടെ ഫുൾ ഫോം എന്താണ്? ഒരുപാട് അബ്രീവിയേഷനുകൾ നമുക്ക് 5 ഇയറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു അബ്രീവിയേഷൻ നമുക്ക് ഇതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ എന്താണ് യുനെസ്കോയുടെ ഫുൾ ഫോം നോക്കാം. യുണൈറ്റഡ് നാഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓർത്ത് വയ്ക്കുക. അപ്പൊ UN ബോഡീസ്, UN ഓർഗനൈസേഷൻസ് കാര്യങ്ങളെല്ലാം വളരെയധികം നമ്മളോട് ചോദിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടെയാണ്. അപ്പൊ അതും കൂടെ ഓർത്ത് വയ്ക്കുക. അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. യൂണിവേഴ്സായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ ഫിസിക്സിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. The regions in space where an enormous amount of mass is packed into a tiny volume are called. ഒരു വളരെയധികം എനോർമസ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് മാസ്, വളരെയധികം ദ്രവ്യം അല്ലെങ്കിൽ മാസ് ഒരു ചെറിയ വോളിയത്തിലേക്ക്, ചെറിയ അളവിലേക്ക് ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്യുന്ന ആ ഒരു ഇന്റർസ്റ്റെല്ലർ ഒബ്ജക്റ്റുകൾ ഏതാണ്? ആ സ്പേസിലുള്ള റീജിയൻസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ആ ഒരു ഇന്റർസ്റ്റെല്ലർ റീജിയൻസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ആൻസർ? ബ്ലാക്ക് ഹോൾസ് ആണ് ആൻസർ. നമുക്ക് വേണമെങ്കിൽ ഇതിലെ ഒരു ഓപ്ഷൻ കൂടെ നമുക്ക് ഇതിൽ പറയാവുന്നതാണ്. നമുക്ക് ഈ ഓപ്ഷൻസിൽ ഇല്ലാത്തതുകൊണ്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ബ്ലാക്ക് ഹോൾസ് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആൻസർ ആണ്. നമുക്ക് വേണമെങ്കിൽ ന്യൂട്രോൺ സ്റ്റാറിനെ ഇതുപോലെ തന്നെ പറയാം. ന്യൂട്രോൺ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറുകളുടെ എല്ലാം മരണാനന്തരം, അതായത് സ്റ്റാറിലുള്ള എല്ലാ ഫ്യൂലും കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിക്കും? അതിലുള്ള ഗ്രാവിറ്റേഷൻ പുള്ള് മൂലം
ആ നക്ഷത്രം ഒരു വളരെ ചെറിയ ഒരു ടൈനി ഒബ്ജക്റ്റ് ആയിട്ട് മാറുക, അതിലുള്ള ഇലക്ട്രോൺസും പ്രോട്ടോൺസും കാര്യങ്ങളെല്ലാം കൂടെ കൂടി ചേർന്നിട്ട് അതിന്റെ ന്യൂട്രോൺസ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പൊ ന്യൂട്രോൺസ് ആയിട്ട് മാറുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ വളരെയധികം ഡെൻസിറ്റി കൂടിയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയിട്ട് മാറും. അതിനാണ് നമ്മൾ എന്ത് പറയാം, ന്യൂട്രോൺ സ്റ്റാർ ആയിട്ട് പറയാം. അപ്പൊ അതും കൂടെ ഇതിന്റെ ഭാഗമായിട്ട് ഓർത്ത് വെക്കുക. ഇവിടെ കറക്റ്റ് ആൻസർ ബ്ലാക്ക് ഹോൾസ് തന്നെയാണ്, ഓർത്ത് വെക്കുക. അടുത്തത് നോക്കാം നമുക്ക്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ? നോട്ട് ട്രൂ അതായത് തെറ്റായിട്ടുള്ള ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം, നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. എർത്ത് ഈസ് ദ തേർഡ് പ്ലാനറ്റ് ഫ്രം ദ സൺ. ശരിയാണല്ലേ, മെർക്കുറി, വീനസ് നമ്മുടെ എർത്താണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. എർത്ത് ഈസ് ദ ഓൺലി പ്ലേസ് ഇൻ ദ യൂണിവേഴ്സ് ടു ഹോസ്റ്റ് ലൈഫ്. നമ്മുടെ പ്രപഞ്ചത്തില് ജീവനുള്ള ഒരേ ഒരു പ്രദേശമാണ്, അല്ലെങ്കിൽ ഒരേ ഒരു പ്ലാനറ്റ് ആണ് എർത്ത് എന്നുള്ള കാര്യം നമുക്കറിയാം. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത നോക്കാം. എർത്ത് ഈസ് ദ ഫിഫ്ത്ത് ലാർജസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. എർത്താണ് ഏറ്റവും വലിയ 5ാമത്തെ പ്ലാനറ്റ്. ശരിയായിട്ടുള്ള ഉത്തരമാണ്. അടുത്ത നോക്കാം. എർത്ത് ഓർബിറ്റ്സ് ദ സൺ ഡിഫൈനിങ് ഡേ ആൻഡ് നൈറ്റ് ഫോർ സർഫസ് ഡ്വല്ലേഴ്സ്. സർഫസ് ഡ്വല്ലേഴ്സ് എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ ജീവിക്കുന്ന ഉപരിതല ജീവികൾ, അതായത് മനുഷ്യനും ബാക്കിയുള്ള മൃഗങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ജീവികളെയാണ് എന്ത് പറയുക, സർഫസ് ഡ്വല്ലേഴ്സ് എന്ന് പറയുക. ഡ്വല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ ഉപരിതല നിവാസികൾ, സർഫസ് എന്ന് പറഞ്ഞാൽ ഉപരിതലം, ഡ്വല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ നിവാസികൾ എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ എർത്ത് ഓർബിറ്റ്സ് സൺ ഡിഫൈനിങ് ഡേ ആൻഡ് നൈറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എർത്ത് സണ്ണിന് ഓർബിറ്റ് ചെയ്യുന്നതാണോ ശരിക്കും നമ്മുടെ ഡേ ആൻഡ് നൈറ്റും ഡിഫൈൻ ചെയ്യുന്നത്? അല്ല, എർത്ത് അതിന്റെ ആക്സിസിൽ സ്വയം കറങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാവുന്നത്. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത് അതിലൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമേ അല്ല എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. അപ്പൊ ഇതൊരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഭൂമി അതിന്റെ സ്വന്തം ആക്സിസിൽ കറങ്ങുന്നതുകൊണ്ടാണ് നമുക്ക് ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? നമുക്ക് ശരിയായിട്ടുള്ള ഉത്തരമല്ല, നമുക്ക് ഓപ്ഷൻ ഏതാണ്? ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. എർത്ത് അറ്റ്മോസ്ഫിയർ കണ്ടെയ്ൻസ്. എർത്തിന്റെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ അന്തരീക്ഷത്തിൽ എത്രത്തോളമാണ് അതിന്റെ കമ്പോണൻസിന്റെ അളവാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ്? 78% നൈട്രജൻ, 21% ഓക്സിജൻ, 1% അതർ ഗ്യാസ്. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അത് ഓർത്ത് വയ്ക്കുക. നമ്മുടെ ഈ അന്തരീക്ഷം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിന്റെ പല പല ലേയേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഭൂമിയുടെ പല പല ലേയേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിലുള്ള ഒരു ചോദ്യം തന്നെയാണ്. 78% നൈട്രജൻ, 21 ഓക്സിജൻ, 1% അതർ ഗ്യാസസ്. അപ്പൊ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അത് ഓർത്ത് വയ്ക്കുക. അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. ഹു ഈസ് കൺസിഡേർഡ് ആസ് ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് സ്പേസ് പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ സ്പേസ് പ്രോഗ്രാംസിന്റെ ഫാദർ അല്ലെങ്കിൽ അതിന്റെ കണ്ടുപിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഫൗണ്ടിങ് ഫാദർ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആരാണ്? നമ്മുടെ ഇന്ത്യ അണ്ടറിലുള്ള ഏറ്റവും വലിയ സ്പേസ് എക്സ്പ്ലോറേഷൻ പ്രൊജക്ടുകളുടെ എല്ലാം ഏറ്റവും ആദ്യത്തെ ശാസ്ത്രജ്ഞനാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സയൻസ് പ്രൊജക്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ സ്പേസ് പ്രൊജക്ടുകൾ, സ്പേസ് എക്സ്പ്ലോറേഷൻ പ്രൊജക്ടുകൾ, ഇതിലെല്ലാം നമുക്കൊരു കിരീടം വെക്കാത്ത നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ അതിന്റെ ഫൗണ്ടിങ് ഫാദർ എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ വിക്രം സാരാഭായി ആണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് പ്രോഗ്രാംസിന്റെ എല്ലാം പിതാവായിട്ട് അറിയപ്പെടുന്നത് ഡോക്ടർ വിക്രം സാരാഭായി ആണ്. അത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ നമുക്ക് VSSC എന്ന് പറഞ്ഞിട്ടുള്ള സ്പേസ് സെന്റർ കൂടെ ഉണ്ട്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഏത് ജില്ലയിലാണ്, ഏത് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലുള്ള തിരുവനന്തപുരത്താണ് നമുക്ക് VSSC സ്ഥിതി ചെയ്യുന്നതെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കുക. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. അടുത്ത ISRO-ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ സ്പേസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ് ചോദ്യം? ദ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ഓഫ് ISRO ഇസ് ലൊക്കേറ്റഡ് അറ്റ്. എവിടെയാണ് ISRO-യുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. എവിടെയാണ്? ഹൈദരാബാദിലാണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. നാഷണൽ റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റ് സെന്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഉദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റിൽ നിന്നുള്ള ഡാറ്റ പ്രോസസ്സിങ്, അതുപോലെ ഡാറ്റ അക്വിസിഷൻ, ഡാറ്റ വാങ്ങുക, ഡാറ്റ കൊടുക്കുക, ആ ഡാറ്റ പ്രോസസ്സ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, നമ്മൾ എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ നമ്മുടെ പ്രഡിക്ഷനോ അല്ലെങ്കിൽ അതിന്റെ ഡിസിഷൻ മേക്കിങ്ങും കാര്യങ്ങളും, പിന്നെ അതുപോലെ ഏരിയൽ റിമോട്ട് സെൻസിങ് കാര്യങ്ങൾ, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ISRO-യുടെ ഒരു വിങ് ആണ്, അല്ലെങ്കിൽ ISRO-യുടെ ഒരു സ്ഥാപനമാണ് നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹൈദരാബാദിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നുള്ള കാര്യം കൂടെ ഇതിന്റെ ഭാഗമായിട്ട് ഓർത്ത് വയ്ക്കുക. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാൻ നമുക്ക്. 57ാമത്തെ ചോദ്യം. ദ ഫസ്റ്റ് നാഷണൽ ലോ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1986. ദ നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യ യൂണിവേഴ്സിറ്റി ഇസ് ലൊക്കേറ്റഡ് ഇൻ. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി 1986 സ്ഥാപിതമായത് എവിടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എവിടെയാണ്? ബാംഗ്ലൂരിലാണ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ബാംഗ്ലൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിൽ എത്ര NLU-കളുണ്ട് അല്ലെങ്കിൽ എത്ര നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളുണ്ട്? 12 നാഷണൽ ലോ യൂണിവേഴ്സിറ്റികൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ ഇതിന്റെ ഭാഗമായിട്ട് ഓർത്ത് വയ്ക്കുക. അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. ഈ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള എൻട്രൻസ് ആയിട്ടുള്ള നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാമിനേഷൻ CLAT സ്റ്റാൻഡ്സ് ഫോർ. CLAT-ന്റെ ഫുൾ ഫോം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ്?
ദ കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്. അപ്പോൾ അത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. അതുപോലെ തന്നെ ഈ ക്ലാറ്റ് നടത്തുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഓർഗനൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഇതിന്റെ ഒരു കൺസോർഷ്യമാണ്. നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളുടെ ഒരു കൺസോർഷ്യമാണ്, അല്ലെങ്കിൽ കൺസോർഷ്യം ഓഫ് നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ ആണ് ക്ലാറ്റ് കണ്ടക്ട് ചെയ്യുന്നുള്ള കാര്യം കൂടെ ഓർത്തു വയ്ക്കുക. അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. അടുത്ത നമ്മൾ കെമിസ്ട്രിയിൽ വരുന്ന ചോദ്യമാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോൺ ആസ് ക്വിക്ക് സിൽവർ? ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് ഏതാണ്? മെർക്കുറി ആണ്. നമ്മൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് തവണ മുമ്പ് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. മെർക്കുറി ആണ് ക്വിക്ക് സിൽവർ എന്നുള്ളത്. വളരെ വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ലിറ്റിൽ സിൽവർ എന്താണെന്ന് അടുത്ത വർഷം ചോദിക്കാൻ സാധ്യതയുണ്ട്. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് എന്താണ്? പ്ലാറ്റിനം ആണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തു വയ്ക്കുക. അതുപോലെ അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇസ് എ ഫെഡറൽ റിപ്പബ്ലിക് ഓഫ്. ഈ അമേരിക്കയിൽ എത്ര സ്റ്റേറ്റുകൾ ഉണ്ട് എന്നാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഉദ്ദേശിക്കുന്നത്. എത്ര സ്റ്റേറ്റുകൾ ഉണ്ട് അമേരിക്കയിൽ? 50 സ്റ്റേറ്റുകളാണ് അമേരിക്കയിലുള്ളത്. അതുപോലെ അമേരിക്കയിൽ നമ്മൾ ഫ്ലാഗ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, അമേരിക്കൻ ഫ്ലാഗിൽ ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്. എത്ര നക്ഷത്രങ്ങളുണ്ട്? ഓരോ സ്റ്റേറ്റും ഓരോ നക്ഷത്രമായിട്ടാണ് അവർ പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പൊ 50 നക്ഷത്രങ്ങളാണ് അതിലുള്ളത്. അമേരിക്കയിൽ 50 സ്റ്റേറ്റുകളും ഉണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്തു വയ്ക്കുക. അടുത്ത വളരെ രസകരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. വൺ ഓഫ് ദ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഇൻ ദ വേൾഡ് ഈസ്. ലോകത്തിലെ ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സൈലന്റ് വാലി ആണ് ഉത്തരം. എല്ലാ ഓപ്ഷനും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സൈലന്റ് വാലി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് 4 ജില്ലകളും കൊടുത്തിട്ടുണ്ട്: ഇടുക്കി, കൊല്ലം, പാലക്കാട്, കണ്ണൂർ. സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട് ജില്ലയിലാണെന്ന് നമുക്ക് വളരെയധികം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യം കൂടെയാണ് സൈലന്റ് വാലി. ഈ ഒരു ചോദ്യം സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണെന്ന് അറിയുന്ന എല്ലാവർക്കും നമുക്ക് ഈ ഒരു ആൻസർ എഴുതാവുന്നതാണ്. വളരെ എളുപ്പമുള്ള നമ്മുടെ കേരളമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. അതുപോലെ 5 ഇയറിന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. നമുക്ക് ചൂലന്നൂർ മയിൽ വളർത്ത കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. കേരളത്തില് പീകോക്ക് അല്ലെങ്കിൽ പീഹന്റെ വളർത്തലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു പാർക്ക് ഏതാണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഏതാണ്? ചൂലന്നൂർ. പാലക്കാട് ജില്ലയിലാണ് ചൂലന്നൂരും സ്ഥിതി ചെയ്യുന്നതെന്നുള്ള കാര്യം കൂടെ ഓർത്തു വയ്ക്കും. അടുത്തതും വളരെ നമ്മൾ മലയാളികളായിട്ടുള്ള സ്ഥിതിക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ദ ഓദർ ഓഫ് ദ ബുക്ക് രണ്ടാമൂഴം ഇൻ മലയാളം ഈസ് റിട്ടൺ ബൈ. ഇതിൽ ആരാണ് അതിന്റെ ഓദർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? മലയാളത്തിന്റെ കാലത്തെ ഏറ്റവും പ്രിയപ്പെട്ട കഥാകാരനും അതുപോലെ സാഹിത്യകാരനുമായിട്ടുള്ള MT വാസു എന്ന ആരാണ് രണ്ടാമൂഴം എഴുതിയിട്ടുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഭീമന കേന്ദ്ര കഥാപാത്രമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള രണ്ടാമൂഴം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടതും ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും മികച്ചതുമായിട്ടുള്ള ഒരു നോവലും കൂടെയാണ് ഓർത്തു വയ്ക്കുക. അദ്ദേഹം ഒരു ഇന്ന് മലയാളത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു സാഹിത്യകാരനും കൂടെയാണ് MT വാസുദേവൻ നായർ എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. അടുത്തൊരു ചോദ്യം കൂടെ നമുക്ക് നോക്കാവുന്നതാണ്. ദ ക്യാപിറ്റൽ ഓഫ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തിന്റെ ക്യാപിറ്റൽ ഏതാണെന്ന് വെച്ചിട്ടുള്ളത് ഏതാണ്? ഇറ്റാനഗർ ആണ് എന്നുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റാനഗർ, അത് ഓർത്തു വയ്ക്കുക. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് ഇറ്റാനഗർ. അപ്പൊ നമുക്ക് സ്റ്റേറ്റ്, കൺട്രി, ക്യാപിറ്റൽ, യൂണിയൻ ടെറിട്ടറി ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ 3-4 ചോദ്യങ്ങൾ നമ്മൾ ഇതുവരെ കണ്ടു. അടുത്തൊരു ചോദ്യം. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഉള്ളത്. GK ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് വരുന്നത്. അപ്പൊ നമുക്ക് സ്റ്റേറ്റ് ക്യാപിറ്റൽ ഫോർമേഷൻ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ കണ്ടു. ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാംസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ കണ്ടു. പിന്നെ അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളാണ്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് കണ്ടു. അപ്പൊ ഒരുപാട് മേഖലകളില്ലാതെ വളരെ കുറച്ച് മേഖലകളിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും വളരെ നന്നായിട്ട് തന്നെ GKയുടെ സെഷൻ കൈകാര്യം ചെയ്യാൻ പറ്റി, അതുപോലെ എഴുതാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു ഭാഗത്തേക്ക് പോകാം. അടുത്ത നമുക്ക് അരിത്തമെറ്റിക്കലുള്ള ചോദ്യങ്ങളെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അരിത്തമെറ്റിക്കലുള്ള ഈ വർഷത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. 3 ഇയർ LLBയുടെ പരീക്ഷയിൽ അരിത്തമെറ്റിക് 15 ചോദ്യങ്ങളാണ് പ്രോസ്പെക്ടസ് പറയാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളും കുറച്ച് വിരലിലെണ്ണാവുന്ന കുറച്ച് എക്സെപ്ഷണൽ ആയിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എങ്ങനെ ചെയ്യും, എങ്ങനെയാണ് ഇതിന്റെ ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ നമുക്കറിയാം കോമ്പറ്റേറ്റീവ് എക്സാമുകൾ ആയതുകൊണ്ട് തന്നെ സമയം വളരെ കുറവാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കുക, അതുപോലെ ശരി ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ള 2 കാര്യങ്ങളാണ് നമ്മളിതിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷത്തെ എക്സാമിൽ വളരെയധികം സമയം ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ഒരു ലോജിക്കൽ ആയിട്ടുള്ള അപ്രോച്ച് എന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കാം. ദ പ്രോഡക്റ്റ് ഓഫ് 3 കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇന്റീജേഴ്സ് ഇസ് 2184. ദ സം ഓഫ് ദ 3 പോസിറ്റീവ് നമ്പേഴ്സ്. അപ്പോൾ 3 നമ്പറിന്റെ പ്രോഡക്റ്റ് 2184 ആണ്. 2184 ആണ്. അങ്ങനെയാണെങ്കിൽ സം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ചെയ്യാനായിട്ടുള്ള ഒരു ലോജിക്കൽ ആയിട്ടുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5 ഇയറിന്റെ ചോദ്യത്തിലോ ഇതുപോലൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? n-1 ഇൻറ്റു n ഇൻറ്റു n+1 അല്ലെ? 3 നമ്പറുകൾ നമ്മൾ ഇങ്ങനെ എടുത്തു. n-1 ആയിട്ട് എടുത്തു, n ആയിട്ട് എടുത്തു, n+1 ആയിട്ട് എടുത്തു. അപ്പൊ ഇത് നമുക്ക് സോൾവ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ കിട്ടും? 3n ഉണ്ട്, n³
പിന്നെ അതുപോലെ തന്നെ ഒരു മൈനസ് എന്നും കൂടെ ഉണ്ടാവും. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എൻ സോൾവ് ചെയ്യാണ് നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്, 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ് നമ്മൾ. അപ്പൊ നമുക്കറിയാം നമുക്ക് ഒരു നമ്പർ നമ്മൾ ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് വേണമെങ്കിൽ നമുക്ക് ഒരു നമ്പർ എടുക്കാം. അപ്പൊ നമുക്ക് ഒരു 10 എടുത്തെന്ന് വിചാരിക്കാം. 10 × 10 × 10, അതായത് 3 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. ഇത് എത്ര വരും? ഏകദേശം 1000 ആണ് വരിക. അപ്പൊ നമുക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ 10 എടുത്തെന്ന് വിചാരിക്കും. അപ്പൊ 10ന്റെ ആ ഒരു കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് നമുക്ക് ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 10 × 11 × 12 അല്ലെ, 10 × 11 × 20 ആണ് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളത്. അപ്പൊ 10 × 11 × 20 എന്ന് പറയുമ്പോൾ എത്ര വരും? 1320 ആണ് വരിക. അപ്പൊ ഇതെല്ലാം മനസ്സിലായി. അടുത്തത് നോക്കാം നമുക്ക് 11, 12, 13 എടുത്ത് നോക്കാം. കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണല്ലോ. അപ്പൊ നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 11 × 12 × 13 വരുമ്പോൾ 17, 16 വരും അല്ലെ, 1716 വരും. അപ്പൊ ഇതും അല്ലാന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം 12, 13, 14 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 നമ്പേഴ്സ് ആണ്. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 2184 വരും, 2184 വരും. അപ്പൊ അതാണ് അതിന്റെ 3 നമ്പേഴ്സ് എന്ന് മനസ്സിലായി അല്ലെ. 3 നമ്പേഴ്സ് ആണ്. നമ്മളോട് എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നത്? സം ഓഫ് 3 നമ്പേഴ്സ്. അപ്പൊ ഇത് 3 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 39 കിട്ടും. അപ്പൊ അത് ഓർത്ത് വയ്ക്കാം, 39. വളരെ സിമ്പിൾ ആയിട്ട് ലോജിക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഈ മെത്തേഡും ചെയ്യാം. നമുക്ക് ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു മെത്തേഡും കൂടെ പറഞ്ഞു എന്നാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 65ാമത്തെ ചോദ്യം. എ ഗാർഡനർ wants to arrange 1296 plants in rows and columns. If the number of rows and columns are of the arrangement is equal, then the number of rows in the arrangement of the plants. എത്ര രീതിയിൽ എത്രയാണ് റോസിന്റെ എണ്ണമാണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ റോസിന്റെ എണ്ണം നമുക്ക് പല രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. നമുക്കൊരു റോസിന്റെ എണ്ണം തൽക്കാലം നമുക്ക് അറിയാത്തതുകൊണ്ട് എക്സ് ആയിട്ട് എടുക്കാം. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് റോസ് നമ്പർ ഓഫ് കോളംസ് ഈക്വൽ ആണ്. ടോട്ടൽ നമ്പർ എത്രയാണ്? 1296 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് മനസ്സിലാക്കാം നമുക്ക്? നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ഈക്വൽ ആയതുകൊണ്ട് എന്താണ് നമുക്ക് ഇതാണ് അറേഞ്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. അപ്പൊ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ഈക്വൽ ആയതുകൊണ്ട് എന്ത് മനസ്സിലാക്കാം നമുക്ക്? എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1296 ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1296 ആണെന്ന് നമുക്കറിയാം. അപ്പൊ അതിന്റെ റൂട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ എത്ര വരും? എക്സ് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 36 ആണെന്ന് മനസ്സിലാക്കുക. എക്സ് ഇസ് ഈക്വൽ ടു 36 ആണ്. അപ്പൊ അത് ഓർത്ത് വയ്ക്കുക, എക്സ് ഇസ് ഈക്വൽ ടു 36. അപ്പൊ എക്സ് 36 ആണ് നമുക്ക് കിട്ടി. അപ്പൊ എക്സ് വൈയും 36 ആയിരിക്കും, അല്ലെങ്കിൽ നമ്പർ ഓഫ് കോളംസും അതുപോലെ തന്നെ 36 ആയിരിക്കും മനസ്സിലാക്കുക. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു. നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസ് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സ് സ്ക്വയർ ആണെന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അടുത്തൊരു ചോദ്യം നോക്കാം. എ പേഴ്സൺ ബോട്ട് ആൻ ഐറ്റം ഫോർ ₹21,000 ഈ സോൾഡ് ഇറ്റ് ഫോർ 18,900. ദ ലോസ് പെർസെൻറ്റേജ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഒരാള് ഒരു സാധനം 21,000 രൂപയ്ക്ക് വാങ്ങി 18,900 രൂപയ്ക്ക് അത് വിറ്റു. അങ്ങനെയാണെങ്കിൽ ലോസ് പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമുക്ക് എന്ത് വേണം? ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട് ലോസ് പെർസെൻറ്റേജ് ഈക്വൽ ടു ലോസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ് ഇതിന്റെ ഫോർമുല ആയിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ലോസ് എത്രയാണ്? ലോസ് എന്ന് പറഞ്ഞാൽ 21,000 മൈനസ് 18,900. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? എത്ര കിട്ടും? 2,100 എന്ന് കിട്ടും, 2,100 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഈ 2,100 എന്ന് പറഞ്ഞാൽ ലോസ് ആണല്ലോ. ഈ ലോസ് നമ്മൾ ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും നമ്മൾ എന്തിനെ വെച്ചിട്ടാണ് പറയാ? നമ്മുടെ കോസ്റ്റ് പ്രൈസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ പറയാം. അപ്പൊ ഇതാണ് സെല്ലിംഗ് പ്രൈസ്, ഇതാണ് കോസ്റ്റ് പ്രൈസ്. അപ്പൊ നമ്മൾ 2,100 എന്നുള്ളത് ഈ ലോസ് ഇതിന്റെ എത്ര പെർസെന്റേജ് ആണ് കണ്ടുപിടിച്ചാലും മതി. ഇപ്പൊ ഇത് രണ്ടും ഒരേപോലത്തെ സംഖ്യ ആയതുകൊണ്ട് എത്രയാണെന്ന് മനസ്സിലാക്കാം? 10% ആണെന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. ലോസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2,100 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 21,000 ആണ് ഇൻറ്റു 100 ആണ് എന്നുള്ള രീതി. അപ്പൊ നമുക്കറിയാം ഇവിടെ എത്ര കിട്ടും? നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കളയാണെങ്കിൽ ഇവിടെ 100/10. അപ്പൊ എത്ര കിട്ടും? 10 എന്ന് കിട്ടും. അപ്പൊ അത് ഓർത്ത് വയ്ക്കാം, 10% ആണ് ഇവിടുത്തെ ലോസ് പെർസെൻറ്റേജ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കാം. വളരെ പല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. ദ വെരി നെക്സ്റ്റ് നമ്പർ ഇൻ ദ സീക്വൻസ് എന്നുള്ളതാണ് ചോദ്യം. വെരി നെക്സ്റ്റ് നമ്പർ ഇൻ ദ സീക്വൻസ് 5, 10, 40, 320. അപ്പോൾ 5, 10, 40, 320, 5, 10, 40, 320 ഇതാണ് 4 നമ്പറുകളുള്ളത്. അപ്പൊ നമുക്കറിയാം ഇവിടെ എങ്ങനെയാണ് റിലേഷൻ വരുന്നത്? 5ഉം 10ഉം തമ്മിലുള്ള റിലേഷൻ എന്താ? 5 × 2 ആണ് 10 എന്ന് പറയുന്നത്. അവിടെ 10ഉം 40ഉം തമ്മിലുള്ള റിലേഷൻ എന്താ? 10 × 4 ആണ് അല്ലെ. അവിടെ × 2, ഇവിടെ × 4. ഇവിടെ എത്ര വരും? 3ഉം 40ഉം 320 തമ്മിലുള്ള വ്യത്യാസം എന്താ? × 8 ആണ്. അപ്പോൾ × 2 വന്നു, ×
4 വന്നു, ഇൻറ്റു 8 വന്നു, അടുത്ത എത്ര വരും 16 ഇൻറ്റു 16 വരും. 320 ഇൻറ്റു 16 ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ 320 ഇൻറ്റു 16 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി 5120 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക അല്ലെ. 5120 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. അറുപത്തി എട്ടാമത്തെ ചോദ്യമാണ്. The number of the sum of the numbers 12, 24, 36, 48, 120 is. അപ്പോൾ 12, 24, 36, 48 മുതൽ 120 വരെയുള്ള സംഖ്യകളുടെ സം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കൊരു നോക്കിക്കഴിഞ്ഞാൽ ഈ സീക്വൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. എന്താ മനസ്സിലാവുക? ഇവിടുത്തെ നമ്പറുകളൊന്നും എടുത്ത് നോക്കുകയാണെങ്കിൽ 12 ഉണ്ട്, 24 ഉണ്ട്, 36 ഉണ്ട്, 48 ഉണ്ട്, അവസാനം ഒരു 120 കൂടെ ഉണ്ട്. എന്താണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 12, 24 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഇവിടെ ഒരു +12 ആണ് അല്ലെ. അതുപോലെ തന്നെ ഇവിടെയും +12 ആണ്, ഇവിടെയും +12 ആണ്. എന്ത് മനസ്സിലാക്കുക? കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആണെന്ന് മനസ്സിലാക്കാം. അതുപോലെ ലാസ്റ്റ് ടൈം നോക്കുകയാണെങ്കിൽ 120 ആണ് അല്ലെ. ഇവിടെ തുടങ്ങിയത് എത്രയായിരുന്നു? 12 ആണ്. അപ്പോൾ 12, 120 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 12ന്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അല്ലെങ്കിൽ 12ന്റെ ഒരു മൾട്ടിപ്പിൾസ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അവസാനം 120 എന്ന് പറയുമ്പോൾ എത്രയാണ്? 12 ഇൻറ്റു 10 ആയിരിക്കും ഇവിടെ വരിക അല്ലെ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെ nth ടേം കൂടെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് A1 ആദ്യത്തെ ടേം എത്രയാണ്? 12 ആണ്. an എത്രയാണ്? nth ടേം എത്രയാണ്? 120 ആണ്. അതുപോലെ നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? ഇവിടെ 12 ഇൻറ്റു 10 ആണ് 120 അല്ലേ. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ എത്രയാണ്? നമ്പർ ഓഫ് ടേംസ് 10 ആണ് വരിക. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സം ഓഫ് n ടേംസ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സം ഓഫ് n ടേംസ് ഇസ് ഈക്വൽ ടു n ഓഫ് a1 പ്ലസ് an ഡിവൈഡഡ് ബൈ 2 എന്നുള്ള ഫോർമുല വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 10. 10 ഇൻറ്റു ഇവിടെ a1 പ്ലസ് an 120ഉം 12 132 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. എത്ര കിട്ടും ആൻസർ? 660 എന്ന് കിട്ടും അല്ലേ. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യം. 1320 ഡിവൈഡ് ബൈ 660. 1300 ഇവിടെ 10 കൊണ്ട് മൾട്ടിപ്ലൈ 1320 ഡിവൈഡ് ബൈ 660. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. അടുത്ത ആവറേജിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യമാണ്. ദ ആവറേജ് സ്കോർ ഓഫ് എ ക്രിക്കറ്റർ ഇൻ 10 innings is 45 runs. If he has scored 70 runs in another 3 innings, the average score of the player is. അപ്പോൾ ഒരു ക്രിക്കറ്റർ ഉണ്ടായിരുന്നു. എന്താണ്? 10 ഇന്നിങ്സിൽ 45 റണ്ണാണ് അദ്ദേഹത്തിന്റെ ആവറേജ് സ്കോർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്? ഇവിടെ നിന്ന് നമുക്ക് എത്ര കിട്ടും? ഇവിടെ 10 ഇന്നിങ്സ് ആണ്, നമ്പർ ഓഫ് ഇന്നിങ്സ് ഉണ്ട്, ഇവിടെ റൺസിന്റെ ആവറേജും ഉണ്ട്. അപ്പൊ നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കാം. ടോട്ടൽ എത്ര വരും? 450 ആണ് അദ്ദേഹത്തിന്റെ 10 ഇന്നിങ്സിലെ ടോട്ടൽ എന്ന് പറയാം. അതുപോലെ ഇഫ് ഹി ഹാസ് സ്കോർഡ് 70 റൺസ് ഇൻ അനദർ 3 innings, അടുത്തൊരു 3 ഇന്നിങ്സിൽ അദ്ദേഹത്തിന് എത്ര റണ്ണും കൂടെ കിട്ടി? 70 റണ്ണും കൂടെ കിട്ടി. അപ്പൊ നമ്മൾ അതും കൂടെ ഇതിന്റെ കൂടെ കിട്ടി. എത്ര കിട്ടി? 520 എന്ന് കിട്ടി. ടോട്ടൽ ഇന്നിങ്സ് എത്രയാണ്? നമ്പർ ഓഫ് ഇന്നിങ്സ് എത്രയാണ്? ഇവിടെ 3 ഇന്നിങ്സ് ഉണ്ട്, ഇവിടെ 10 ഇന്നിങ്സ് ഉണ്ട്, 13 ഇന്നിങ്സ്. അപ്പൊ നമുക്ക് ആവറേജ് അല്ല അങ്ങോട്ട് ചോദിച്ചില്ല. ആവറേജ് ഇസ് ഈക്വൽ ടു 520 ഡിവൈഡഡ് ബൈ 13. 520 ഡിവൈഡഡ് ബൈ 13 എത്ര വരും? ഇവിടെ 40. അത് ഓർത്ത് വയ്ക്കാം. 40 40 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകും. അപ്പൊ ആവറേജ് എന്നുള്ള ചോദ്യം കൂടെ നമ്മൾ ചെയ്തു. അടുത്തൊരു ചോദ്യം നോക്കാം. എക്സ് ക്യാൻ ഡു എ വർക്ക് ഇൻ 10 days. എക്സ് 10 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും. എക്സ് ആൻഡ് വൈ ബോത്ത് ടുഗദർ ക്യാൻ ഡു ദ വർക്ക് ഇൻ 6 days. ദെൻ വൈ അലോൺ ക്യാൻ ഡു ദ വർക്ക്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ ആള് 10 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും. എക്സും വൈയും കൂടെ ആ വർക്ക് 6 ദിവസം കൊണ്ട് ചെയ്യും. വൈ മാത്രം എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു, വർക്ക് ആൻഡ് ടൈമിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഫോർമുല? എക്സ് വൈ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ. എക്സ് വൈ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ. അപ്പോൾ 10 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 4 അല്ലെ. 10 മൈനസ് 6. അപ്പോൾ നമുക്ക് ചെയ്യുകയാണെങ്കിൽ 60/4 എന്ന് പറഞ്ഞാൽ എത്ര വരും? 15. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. ഫോർമുല അറിയണമെങ്കിൽ വളരെ എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണം? നമ്മൾ LCM ഒക്കെ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്തൊരു ചോദ്യത്തിൽ അങ്ങനെ ചെയ്യാം. അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. ₹24,000 ഹാസ് ടു ബി ഷെയർഡ് ബിറ്റ്വീൻ A and B in the ratio of 7:5. Then B will get എന്നുള്ളതാണ് ചോദ്യം. ബിക്ക് എത്ര രൂപ കിട്ടും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇതുപോലൊരു ചോദ്യം 5 ഇയറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
7:5 ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് രണ്ടും കൂടെ കൂട്ടുക. 7 + 5 എത്ര കിട്ടി? 12 എന്ന് കിട്ടി. അത് നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുക. അതിന്റെ മുകളിൽ എന്ത് ചെയ്യുക, ആരതാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ട അയാളത് എടുക്കുക. 5 ഇൻറ്റു എത്രയാണ് രൂപ ഡിവൈഡ് ചെയ്യേണ്ടത് കൂടെ എടുക്കുക. 24,000. അപ്പോൾ നമ്മളിതൊന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര വരും? 2. ഇവിടെ 10,000 വരും. അപ്പോൾ 10,000. അപ്പോൾ അതും ഓർത്ത് വയ്ക്കുക, 10,000. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. അടുത്തത് നോക്കാം നമുക്ക്. അടുത്ത നമ്മുടെ ഫ്രാക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. ദ സ്മോളസ്റ്റ് നമ്പർ എമംഗ് ദ ഫ്രാക്ഷൻസ് എന്നുള്ളതാണ് ചോദ്യം. താഴത്തെ നടത്തിയിട്ടുള്ള ഏതാണ് ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ? അപ്പോൾ ഇവിടെ ഫ്രാക്ഷൻ്റെ ഒക്കെ നമ്മളൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 14/15, 13/15, 11/15, 9/15. എന്താ അതിന്റെ പ്രത്യേകത? ഇവിടെ ഡിനോമിനേറ്റർ എല്ലാം സെയിം ആണ്. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമ്മൾ ചെറിയ ഫ്രാക്ഷനും വലിയ ഫ്രാക്ഷനും കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഏറ്റവും വലിയ ന്യൂമറേറ്റർ ആയിരിക്കും ഏറ്റവും വലിയ ഫ്രാക്ഷൻ, ഏറ്റവും ചെറിയ ന്യൂമറേറ്റർ ആയിരിക്കും ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ. അപ്പൊ ഏതാണ് ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ? 9/15 ആണ് ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ. ഏറ്റവും വലിയ ഫ്രാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് എഴുതണം? 14/15 ആണ് ഏറ്റവും വലിയ ഫ്രാക്ഷൻ എന്ന് പറയും. അപ്പോൾ വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. അടുത്തൊരു ചോദ്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വർക്ക് ആൻഡ് ടൈമിന്റെ കാര്യത്തിൽ നമുക്കൊരു LCM മെത്തേഡ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ LCM മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്നുള്ളത് നോക്കാം. LCM മെത്തേഡ് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്: A can do a work in 8 days. എക്ക് ഒരു വർക്ക് 8 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. B can do the same work in 16 days. ബിക്ക് അതേ വർക്ക് 16 ദിവസം കൊണ്ടും ചെയ്യാൻ പറ്റും. അതുപോലെ ABC 3 പേരും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ടുഗദർ ഡു ദ സെയിം വർക്ക് ഇൻ 4 days. 3 പേരും കൂടെ 4 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ C മാത്രം എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞു LCM എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ നോക്കും. അപ്പോൾ LCM മെത്തേഡ് പ്രകാരം ടോട്ടൽ വർക്കാണ് LCM. അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടുത്തെ LCM കണ്ടുപിടിക്കാനായിട്ടാണെങ്കിൽ ഇവിടെ നമുക്ക് ഏതൊക്കെയാണ് സംഖ്യകളുള്ളത്? 8, 16, 4 3 നമ്പേഴ്സാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ 3 നമ്പേഴ്സിന്റെയും LCM കണ്ടുപിടിക്കാനായിട്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. എന്താണ്? 3 നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ എത്ര അധികം നമ്പേഴ്സ് ആണെങ്കിലും ചെറിയ നമ്പറുകളായതുകൊണ്ട് നമുക്ക് ലോങ് ഡിവിഷൻ മെത്തേഡിന്റെ ആവശ്യമില്ല. ഇതിൽ ഏറ്റവും വലിയ നമ്പർ എടുക്കുക. ഏറ്റവും വലിയ നമ്പർ ആരാ? 16 ആണ് ഏറ്റവും വലിയ നമ്പർ. ഈ 16 കൊണ്ട് ബാക്കിയുള്ള അല്ലെങ്കിൽ ഈ 16നെ ബാക്കിയുള്ള 2 നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ നോക്കാം. അല്ലെ, 16നെ 8 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടും? 2 കിട്ടും. 16നെ 4 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടും? 2 കിട്ടും. 4 കിട്ടും. അപ്പൊ നമുക്ക് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അപ്പൊ 16 ആണ് അവിടുത്തെ LCM എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ 16 ആണ് അവിടുത്തെ ടോട്ടൽ വർക്ക് എന്നും കൂടെ മനസ്സിലാക്കുക. 16 ആണ്, 16 ആണ് അവിടുത്തെ ടോട്ടൽ വർക്ക്. അപ്പൊ നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടി 16 ആണ്. ഇനി എന്താ നമുക്ക് മനസ്സിലാക്കുന്നത്? ഇപ്പൊ A 8 ദിവസം കൊണ്ടാണ് 16 വർക്ക് ചെയ്യുന്നത്. അപ്പൊ Aയുടെ ഒരു ദിവസത്തെ വർക്ക് എത്രയായിരിക്കും? Aയുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്ക് 16 ആണ് ഡിവൈഡഡ് ബൈ 8 എത്രയാണ്? 2. Aയുടെ ഒരു ദിവസം 2 വർക്കാണ് ചെയ്യാം. അതുപോലെ B ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? ടോട്ടൽ വർക്ക് 16 ആണ്. B ഒരു ദിവസം 16 വർക്ക് B 16 ദിവസം കൊണ്ടാണ് ചെയ്യുക. അപ്പൊ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 1 വർക്ക് ചെയ്യും. അപ്പൊ A 2 വർക്ക് ചെയ്യും, B 1 വർക്ക് ചെയ്യും. അതുപോലെ ABC ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? ABCയുടെ ഒരു ദിവസത്തെ വർക്കാണ്. ABC 4 ദിവസം കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. മൊത്തം വർക്ക് 16 ആണ്. 4 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 4 വർക്ക് ചെയ്യും. A + B + C ഒരു ദിവസം 4 വർക്ക് ചെയ്യും. അതുപോലെ A ഒരു ദിവസം 2 വർക്ക് ചെയ്യും, B ഒരു ദിവസം 1 വർക്കാണ് ചെയ്യുക. അപ്പൊ നമുക്ക് C ഉണ്ടെങ്കിൽ Aയും Bയും Cയും കൂടെ ഒരു ദിവസം 4 വർക്ക് ചെയ്യുകയാണെങ്കിൽ A ഒരു ദിവസം 2 വർക്ക് ചെയ്യും, B ഒരു ദിവസം 1 വർക്ക് ചെയ്യും. അപ്പൊ 2 + 1 ആണ് Aയും Bയും കൂടെ ഒരു ദിവസം ചെയ്യുന്നവർക്ക്. ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. 4 - 2 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 4 - 3 എന്ന് പറഞ്ഞാൽ 1 ആണ് വരിക. അപ്പൊ C ഒരു ദിവസം 1 വർക്കാണ് ചെയ്യുക. അപ്പൊ C ടോട്ടൽ വർക്ക് എത്രയാണ്? 16 ആണ് ടോട്ടൽ വർക്ക്. C ഒരു ദിവസം 1 വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ C എത്ര ദിവസം കൊണ്ടാണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക? എത്ര ദിവസം വേണം? 16 ദിവസമാണ് വേണ്ടത്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എത്രയാണ്? 16 ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ നമുക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുള്ള ഏതാണ്? ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ C ആണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ B ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. അപ്പൊ ശരിയായിട്ടുള്ള ഉത്തരം എത്രയാണ്? ഓപ്ഷൻ D 16 ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ നമുക്ക് ചലഞ്ച് ചെയ്യാവുന്ന ചോദ്യമാണ്. ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ചലഞ്ച് ചെയ്യാവുന്ന ഒരു ചോദ്യം കൂടെയാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. 73ാമത്തെ ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ചോദ്യം നോക്കാം. നമുക്ക് 74ാമത്തെ ചോദ്യം നോക്കാം. If RUCH is coded as QTBG,
MNOP. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലുള്ള കോഡിങ് ഡീകോഡിങ് അതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ആണെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ കോഡ് ചെയ്യുന്ന വാക്ക് ഇവിടെ നമുക്ക് എഴുതാം RUCH. അതിൻ്റെ തൊട്ട് താഴെ രണ്ടാമത്തെ വാക്ക് എഴുതുക QTBG. ഇങ്ങനെ എഴുതുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താ വ്യത്യാസം? Q കഴിഞ്ഞിട്ട് R ആണ് അല്ലേ? Q അല്ലെങ്കിൽ R-1 ആണെന്ന് പറയാം. R-1 ആണ് Q അല്ലെ? Q കഴിഞ്ഞിട്ട് R. അതുപോലെ T കഴിഞ്ഞിട്ട് U അടുത്തതാണ്. അപ്പോൾ -1 ഇവിടെ -1 ഇവിടെ -1 ഇവിടെ -1 ഇങ്ങനെയാണ് വ്യത്യാസം വരുന്നത് അല്ലേ? GHBCTUQR ഇതാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ നമുക്ക് MNOP നമ്മൾ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് വരിക? MNOP എന്ന് പറയുമ്പോൾ M-ന് തൊട്ട് മുമ്പുള്ള ആരാണ്? L ആണ്. L കഴിഞ്ഞിട്ട് M ആണ്, N ആണ്, O ആണ്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ L അല്ലെ? ആദ്യത്തെ ലെറ്റർ കണ്ടുപിടിക്കുമ്പോഴേ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം അല്ലെ? അപ്പോൾ തന്നെ ഒരുപാട് സമയം ലാഭിക്കാതെ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. വളരെ എളുപ്പമുള്ള ഒരു കോഡിങ് ആൻഡ് ഡീകോഡിങ് എന്നുള്ളൊരു ചോദ്യമായിരുന്നു അത്. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. നമുക്കൊരു ഡയറക്ഷൻ സെൻസ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിനുള്ള പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യേണ്ട ഒരു ചോദ്യമായിരുന്നു. എ മാൻ walks 24 kilometer distance straight from a place X and reach another place Y. ഇതിന്റെ കൂടെ തന്നെ വരച്ചു നോക്കാം. എ മാൻ walks 24 kilometer distance straight from a place X and reach another place Y in eastern direction. അപ്പോൾ നമുക്കൊരു ഈസ്റ്റേൺ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഈസ്റ്റേൺ ഡയറക്ഷൻ അല്ലെ? എക്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തു, വൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി. എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു? 24 കിലോമീറ്റർ സഞ്ചരിച്ചു. അടുത്ത അയാൾ വൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി. എന്ത് ചെയ്തു? ഹി ടേൺസ് 90 ഡിഗ്രി ആൻഡ് വാക്ക് സ്ട്രേറ്റ് ടുവേർഡ്സ് നോർത്ത് അല്ലെ? നോർത്തിലേക്ക് പോയി. 7 കിലോമീറ്റർ ആണ് സഞ്ചരിച്ചത്. 7 കിലോമീറ്റർ. അപ്പം അങ്ങനെയാണെങ്കിൽ എക്സും ഇസഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ നമുക്കറിയാം പൈതഗോറസ് തിയറമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. 24 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ എത്രയാണ്? 49 ഇസ് ഈക്വൽ ടു C സ്ക്വയർ അല്ലെ? 24ന്റെ സ്ക്വയർ നമുക്ക് എല്ലാവർക്കും അറിയാം എത്രയാണ്? 576 ആണ് അല്ലെ? 576 പ്ലസ് 49 എത്ര കിട്ടും? 625. അപ്പം 576 625 എന്ന് പറയുമ്പോൾ C സ്ക്വയർ ആണെങ്കിൽ C എത്രയായിരിക്കും? √625 ദാറ്റ് ഇസ് ഈക്വൽ ടു 25. അപ്പോൾ 25 ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിലുള്ള അടുത്തൊരു ചോദ്യമാണ്. ഇൻ എ സർട്ടൈൻ കോഡിംഗ് സിസ്റ്റം ദ മോഡൽ ഈസ് കോഡഡ് ആസ് JLABI. മോഡൽ ഈസ് JLABI. ഇങ്ങനെയാണ് കോഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എനർജി എങ്ങനെ കോഡ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. എനർജി. അപ്പൊ ഇവിടെ എന്താ ഒരു റിലേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം. ജെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പുറത്തുനിന്ന് നമുക്കൊന്ന് രണ്ടാമത്തെ വാക്കിന്ന് ആദ്യത്തെ വാക്കിലേക്ക് പോവാം. ജെ കഴിഞ്ഞിട്ട് JKL കഴിഞ്ഞിട്ടാണ് M അല്ലെ? അപ്പൊ എത്രയാണ്? +3 ആണ് ജെ കഴിഞ്ഞിട്ട്, മൂന്നാമത്തെ ലെറ്റർ ആണ് M വരുന്നത്. L കഴിഞ്ഞിട്ടാണെങ്കിലോ LMNO, അതും മൂന്നാമത്തെ ലെറ്റർ ആണ്. +3 ഇവിടെയും +3 ആണ് വരുന്നത്. അടുത്ത് നോക്കാം. A കഴിഞ്ഞിട്ട് BCD മൂന്നാമത്തെ ലെറ്റർ ആണ്. അതുപോലെ B കഴിഞ്ഞിട്ട് CDE മൂന്നാമത്തെ ലെറ്റർ ആണ്. IJKL മൂന്നാമത്തെ ലെറ്റർ ആണ് അല്ലെ? അപ്പൊ അതുപോലെ നമുക്ക് ഈയുടെ 3 അക്ഷരം മുമ്പുള്ള ഏതാണെന്നുള്ളത് നോക്കാം. ഏതാണ് ഈ മുമ്പുള്ള ഏത് വരും? B ആണ് വരിക അല്ലെ? BCDE അങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് N ആവണമെങ്കിൽ ഏത് വരണം? K വരണം. KLMN അല്ലെ? KLM. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. BK. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ എല്ലാ ഓപ്ഷൻസിലും B ഇതുണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത നോക്കാം നമുക്ക്. അടുത്ത E ആണ്. E ആകുമ്പോൾ ഏത് വരും? B വരും. അടുത്ത് R ആണ് വരുന്നത്. അപ്പോൾ R-ന്റെ 3 അക്ഷരം മുമ്പുള്ളത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. R-ന്റെ 3 അക്ഷരം മുമ്പുള്ള ഏതാണ്? R-ന്റെ 3 അക്ഷരം മുമ്പുള്ളത് PQR അല്ലെ? O ആണ് വരിക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് കൂടെ നോക്കുകയാണെങ്കിൽ 2 ഓപ്ഷൻ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ, സിയും എയും. അപ്പോൾ അതിൽ വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. അടുത്ത കൂടെ നോക്കുക. ജിയും കൂടെ നോക്കുക. G ആണെങ്കിൽ D ആണ് വരിക. DEFG അല്ലെ? D. അപ്പോൾ അത് വളരെ എളുപ്പമാണ്. C ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ നിങ്ങൾക്ക് ഈ ഒരു റഫ് പേപ്പർ കിട്ടുന്ന സമയത്ത് തന്നെ നമുക്ക് A മുതൽ Z വരെയുള്ള ലെറ്ററുകളും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1 മുതൽ 26 വരെയുള്ള ലെറ്ററുകൾ എഴുതുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ ഓർത്ത് വെക്കുക. അപ്പൊ അടുത്തൊരു ചോദ്യം, 2 ചോദ്യങ്ങളും കൂടെ ഉള്ളൂ. നമുക്ക് ഈ ഒരു പാട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ അതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിന്റെ 2 കൺക്ലൂഷനും തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുമ്പോൾ എന്താണ്?
മാത്തമാറ്റിക്സ് ഇസ് എസെൻഷ്യൽ ഫോർ ഓൾ സബ്ജക്ട്. എല്ലാ സബ്ജക്റ്റിനും മാത്തമാറ്റിക്സ് അത്യന്താപേക്ഷികമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് അപ്ലൈഡ് ഇൻ എക്കണോമിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 സ്റ്റേറ്റ്മെന്റുകൾ വന്നു. കൺക്ലൂഷൻസ് നോക്കാം. മാത്തമാറ്റിക്സ് ഈസ് നോട്ട് നീഡഡ് ഇൻ സോഷ്യോളജി. അത് ശരിയാവോ? അല്ല. കാരണം എന്താ? മാത്തമാറ്റിക്സ് ഇസ് എസെൻഷ്യൽ ഫോർ ഓൾ സബ്ജക്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റിനും മാത്തമാറ്റിക്സ് എസെൻഷ്യൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സോഷ്യോളജിക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല, അല്ലെങ്കിൽ ആ കൺക്ലൂഷൻ ശരിയല്ല. അടുത്ത നോക്കാം. എക്കണോമിക്സ് ഇസ് അപ്ലൈഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ശരിയാണോ? അല്ല. സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് അപ്ലൈഡ് ഇൻ എക്കണോമിക്സ് എന്നാണ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതും ശരിയല്ല. അപ്പൊ നമ്മൾ എന്ത് പറയാം? നൈദർ കൺക്ലൂഷൻ 1 നോർ കൺക്ലൂഷൻ 2 ഫോളോസ് എന്ന് പറയാം. അപ്പൊ ഇത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. അടുത്തത് നോക്കാം നമുക്ക്. അടുത്ത ചോദ്യത്തിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് ആ ചോദ്യം ഒന്ന് കേട്ടിട്ട് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാതെ. ചോദ്യം എങ്ങനെയാണ്? സം ആനിമൽസ് ആർ മാമൽസ്. കുറച്ച് മൃഗങ്ങൾ മാമൽസ് ആണ്. സം ആനിമൽസ് ആർ മാമൽസ്. സം ആനിമൽസ് ആർ മാമൽസ്. അപ്പം മാമൽസ് ഉണ്ട്, അനിമൽസ് ഉണ്ട്. സം ആനിമൽസ് ആർ മാമൽസ്. അപ്പൊ ഇതാണ് ആ സം. ഓൾ ആനിമൽസ് ആർ നോട്ട് ഹെർബിവോറസ്. ഓൾ ആനിമൽസ് ആർ നോട്ട് ഹെർബിവോറസ്. ഓൾ ആനിമൽസ് ആർ നോട്ട് ഹെർബിവോറസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിൽ വേണമെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. എന്താണ്? കുറച്ച് അനിമലുകൾ ഹെർബിവോറസ് ആണെന്ന് മനസ്സിലാക്കാം. അതുപോലെ നേരെ തിരിച്ചും വേണമെങ്കിൽ നമുക്ക് പറയാം. ഓൾ ആനിമൽസ് ആർ നോട്ട് ഹെർബിവോറസ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള അനിമൽസ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഹെർബിവോറസ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ അതിൽ ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഓൾ ആനിമൽസ് ആർ നോട്ട് ഹെർബിവോറസ് എന്ന് പറയുമ്പോൾ എല്ലാ മൃഗങ്ങളും ഹെർബിവോറസ് അല്ല. അപ്പോൾ എല്ലാ അനിമൽസും ഹെർബിവോറസ് അല്ല എന്ന് പറയുമ്പോൾ ഹെർബിവോറസ് ആയ കുറച്ച് അനിമൽസും കൂടെ ഉണ്ട് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് അല്ല എന്നും വേണമെങ്കിൽ പറയാം. അപ്പൊ നമുക്ക് കൺക്ലൂഷൻ നോക്കാം. ഓൾ അനിമൽസ് ആർ ഹെർബിവോറസ്. അത് സം അനിമൽസ് ആർ ഹെർബിവോറസ്. അത് ശരിയാണോ? ഇവിടെ ഓൾ അനിമൽസ് ആർ നോട്ട് ഹെർബിവോറസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറച്ച് അനിമലുകൾ ഹെർബിവോറസ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സ്റ്റേറ്റ്മെന്റ് ശരിക്കും അത്ര ആക്യുറേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല ശരിക്കും. അപ്പൊ നമുക്ക് ഓൾ അനിമൽസ് ആർ നോട്ട് ഹെർബിവോറസ് എന്ന് പറയുമ്പോൾ അതിൽ ചെറിയൊരു കൺഫ്യൂഷന് സാധ്യതയും കൂടെ ഉണ്ട്. രണ്ടാമത്തെ നോക്കാം. പെർഫെക്റ്റ് ആണ്. ഓൾ അനിമൽസ് ആർ മാമൽസ്. എല്ലാ മൃഗങ്ങളും സസ്തനികളാണ്, അല്ലെങ്കിൽ മാമൽസ് ആണ്. സം അനിമൽസ് ആർ മാമൽസ്. അത് ശരിയല്ല അല്ലെ? അപ്പോൾ ഇത് ഫോളോ ചെയ്യില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? ഓപ്ഷൻ എ ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ് എന്ന് പറയാം. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്കൊന്ന് ചലഞ്ച് ചെയ്ത് നോക്കാവുന്ന ഒരു ചോദ്യം കൂടെയാണ്. ഇത് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമല്ല. ചോദ്യത്തിൽ ചെറിയൊരു മിസ്റ്റേക്കും കൂടെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ. അല്ലെങ്കിൽ ചോദ്യം ഇൻകംപ്ലീറ്റ് ആണ്, അല്ലെങ്കിൽ തന്നിട്ടുള്ള ഫാക്ട് വെച്ചിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമുക്ക് കൺക്ലൂഷനിൽ എത്താൻ പറ്റൂല എന്നുള്ള കാര്യം കൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു അരിത്തമെറ്റിക് എന്നുള്ള ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കാം. മുൻ വർഷങ്ങളിലെ പോലെ അത്ര ചോദ്യത്തിന്റെ എണ്ണത്തിലൊന്നും വ്യത്യാസമില്ല. നമുക്ക് മാത്തമാറ്റിക്സ് വന്നത് 2019 അപ്പൊ ആ ഒരു ചോദ്യപേപ്പറിന് ശേഷം ഇത്ര എളുപ്പമുള്ള ഒരു ചോദ്യപേപ്പർ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യപേപ്പർ ആയിരുന്നു. ഒരുപാട് സമയമൊന്നും നമുക്ക് എടുക്കാതെ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഒരു ചോദ്യപേപ്പറും കൂടെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ അപ്പം നിങ്ങൾ ഇനി പരീക്ഷ എഴുതി ഇരിക്കുന്ന ആളാണെങ്കിലും അടുത്ത വർഷത്തെ എക്സാം എഴുതുന്ന ആളാണെങ്കിലും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് അടുത്ത വർഷത്തെ കോഴ്സിന് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൽ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ നോക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളുടെ റിസൾട്ട് വരാനുണ്ട്, അതുപോലെ കാറ്റഗറി ലിസ്റ്റ് വരാനുണ്ട്, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റും ബാക്കിയുള്ള അഡ്മിഷൻ പ്രോസസ്സുകൾ നടക്കാനുണ്ട്. ചിലപ്പോൾ ചില ആളുകൾക്ക് ഇനി മെമ്മോ അടുത്ത ദിവസങ്ങളായിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്, ഡോക്യുമെന്റ് എന്തെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ. അപ്പോൾ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കംപ്ലീറ്റ് സംശയങ്ങൾ മാറ്റാനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡൗട്ട്സുകളും ചോദിക്കാനായിട്ടും നമ്മുടെ കോൺടാക്ട് നമ്പറിൽ വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിയാലും മതി. തീർച്ചയായിട്ടും എല്ലാ കമന്റ്സിനും നമ്മൾ റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ അതെല്ലാവരും ഓർത്ത് വയ്ക്കുക. അപ്പോൾ എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ എക്സാം എഴുതിയെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക്